ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 6 verses 16 and 17. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കുവിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങളതിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെയാക്കി കാഹളനാദം ശ്രദ്ധിക്കുവീനെന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞു. പരിശുദ്ധ പിതാവേ, ഒരു നല്ല സമയം കൂടെ തിരുസന്നിധിയിൽ അടിയങ്ങൾക്കായിരിക്കാൻ കർത്താവ് തന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അനിശ്ചിതത്വവും അശാന്തിയും നിറഞ്ഞ ഈ ലോകത്ത് മുന്നോട്ടുള്ള പാത ദുർഘടം ആയി ഇരുളടഞ്ഞ് അന്ധകാരവും അസമാധാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരെ അവിടുത്തെ ശബ്ദം അവിടുന്ന് കേൾപ്പിക്കുന്നു. അങ്ങയെ അനുസരിക്കുവാൻ, അങ്ങയുടെ സന്നദ്ധിയിൽ താഴുവാൻ മനസ്സുള്ളവർക്ക് അവിടുന്ന് അങ്ങയുടെ കൃപയെ കൊടുക്കുന്നു. ഇന്നത്തെ രാത്രി ഏറെ ആവശ്യക്കാരായി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്ന കർത്താവേ, അങ്ങ് ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങൾ ഇന്നത്തെ രാത്രികാലവും അങ്ങയുടെ സഭയുടെ മധ്യത്തിൽ നിവർത്തിക്കണമേ. ഈ തിരുവചനം ഇവിടെ ഇരുന്നോ ദൂരത്തിരുന്നോ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ നിലവാരം അറിഞ്ഞ്, അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞ്, തിരുസന്നിധിയിലുള്ള വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് അങ്ങ് വേറെ ശ്രേഷ്ഠമേറിയ പ്രവൃത്തി ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവവചനം പ്രസംഗിക്കുവാനും ഹൃദയത്തിൽ സ്വീകരിപ്പാനും പരിശുദ്ധാത്മാവ് ദൈവമേ സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ യഹോവയുടെ പ്രവാചകനായ ദൈവത്തിൻ്റെ പ്രവാചകനായ യെരമ്യാവിലൂടെ യഹൂദ രാജ്യത്തിന് കൊടുത്ത അരുളപ്പാടാണ്. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ആ കാലഘട്ടത്തെ പോലെ തന്നെ ഈ കാലഘട്ടത്തിലും വളരെ അന്വർത്ഥമാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ജനത്തോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവകൃപ നഷ്ടപ്പെട്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി അവർക്ക് കാണിച്ചു കൊടുത്ത വഴിയെ വിട്ട് കാണിച്ചു കൊടുക്കാത്ത വഴികളിൽ സ്വന്തം താല്പര്യത്തിനു വേണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത്തോട് ദൈവം സംസാരിക്കുകയായിരുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊരു യാത്രയിലാണ്. നമ്മുടെ യാത്ര നമുക്കറിയാം. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു. ചില വർഷങ്ങൾക്ക് മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വെച്ച നാളെന്നൊക്കെ പറയുമ്പോൾ 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സൊക്കെ ഉള്ള കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടാകാം. ഒരുപക്ഷെ എത്രയോ പെട്ടെന്ന് ഈ വർഷങ്ങളൊക്കെ നമ്മളെ കടന്നുപോയി. ഇന്ന് ഏത് പ്രായത്തിലൊക്കെ നമ്മളായിരിക്കുന്നു. ഇനി മുന്നോട്ടുള്ള സമയമൊന്നും നമുക്കറിയത്തില്ല. നമ്മളിങ്ങനൊരു യാത്രയിലാണ്. ഈ കടന്നുപോയ കാലങ്ങളിലോ കടന്നുപോയ സമയങ്ങളിലോ മടങ്ങി ഒന്നുകൂടെ പോകുവാൻ നമുക്ക് കഴിയത്തില്ല. കാരണം അത്രയും ദൂരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പിന്നിട്ടിരിക്കുന്നു. നമ്മുടെ ഈ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മളൊരു ലക്ഷ്യത്തിലെത്തും. ഹല്ലേലൂയ. ആ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഈ തിരുവചനത്തിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ യാത്രയിലും നമുക്കറിയാം, നമ്മൾ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരുപാട് ജംഗ്ഷനുകൾ വരാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ നാൽക്കവലകൾ അല്ലെങ്കിൽ വഴിത്തിരിവുകൾ വരാറുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രോസ് റോഡ്സ്. അവിടെയൊക്കെ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ആ യഥാർത്ഥ വഴി കണ്ടുപിടിച്ച് ആ വഴിയിലൂടെയാണ് പോകുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ ആ വീട്ടിൽ നിന്ന് ആഗ്രഹിച്ചിറങ്ങിയ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ഏതെങ്കിലും ഒരു എക്സിറ്റ് മാറുകയോ ഒരു ഡീവിയേഷൻ മാറുകയോ ചെയ്താൽ തെറ്റായ ഒരു റോഡിലാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ നമുക്കറിയാം, നാം ആഗ്രഹിച്ചിറങ്ങിയ സ്ഥലത്ത് നാം ഒരുപക്ഷെ എത്തുവാൻ വളരെ വൈകിയേക്കാൻ, ചിലപ്പോൾ അന്ന് എത്തിയെന്നും ഇരിക്കത്തില്ല. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണമേ. ഈ വചനത്തിലേക്കൊന്ന് നോക്കിക്കേ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചതിൽ നടക്കുവിൻ.
മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത്ര വ്യക്തമല്ല. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് സ്റ്റാൻഡ് യു ഇൻ ദ വേസ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിൽ ചെന്ന് നിന്ന് നിങ്ങളൊന്ന് നോക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അതിൻ്റെ റൂട്ട് മീനിങ്ങിൽ എഴുതിയിരിക്കുന്നത് സ്റ്റാൻഡ് അറ്റ് ദ ക്രോസ് റോഡ്സ് ആൻഡ് ലുക്ക്. നമ്മൾ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ചെന്നിട്ട് 3-4 വഴികളുണ്ട്, അല്ലെങ്കിൽ 4 കവലയാണ്, 4 റോഡുകൾ വന്നു നിൽക്കുന്നിടത്താണ്. നമുക്കറിയുകയില്ല എങ്ങോട്ടാ പോകേണ്ടതെന്ന്. നമ്മുടെ ലക്ഷ്യം ഇന്ന സ്ഥലത്തേക്ക് പോകണം, പക്ഷെ അത് പോകുവാനുള്ള വഴി അറിയത്തില്ലെങ്കിൽ നമ്മളവിടെ 1 മിനിറ്റ് നിൽക്കും, 10 മിനിറ്റ് ചിലപ്പോൾ നിൽക്കും. ഒന്നുകിൽ നമ്മൾ മാപ്പ് എടുത്ത് നോക്കും, അല്ലെങ്കിൽ അടുത്തുള്ളവർ ആരോടെങ്കിലും ചോദിക്കും ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത് ഇത് ഏത് റോഡാണ്. നമ്മുടെ സ്വന്തം താല്പര്യത്തിൽ ആശ്രയിച്ച്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് എനിക്കെല്ലാം അറിയാമെന്നുള്ള അഹങ്കാരത്തിൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. ഒരുപക്ഷെ എത്താൻ വളരെ താമസിച്ചെന്നിരിക്കും. നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ക്രോസ് റോഡ്സ് അല്ലെങ്കിൽ ഈ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം, ദാറ്റ് ഈസ് ദ പ്ലേസ് യു ആൻഡ് ഐ നീഡ് ടു ടേക്ക് എ ഡിസിഷൻ, ടു മേക്ക് എ ഡിസിഷൻ. നമ്മുടെ ഡിസിഷൻ അനുസരിച്ചാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തുന്ന സമയത്തിന്റെ കുറവോ കൂടുതലോ. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മൾ ലക്ഷ്യത്തിൽ എത്തുമോ എത്തത്തില്ലയോ, ഇതൊക്കെ ഗുഡ് ഓർ ബാഡ്, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസിഷൻ യു മേക്ക് അറ്റ് ദ ക്രോസ് റോഡ്സ്. ഈ ജംഗ്ഷനിൽ വെച്ച് എടുക്കുന്ന തീരുമാനമാണ് നമ്മളെ മുന്നിലോട്ട് നയിക്കുന്നത്. അപ്പോൾ കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ആ വഴികളിൽ ചെന്ന്, ആ നാൽക്കവലയിൽ ചെന്ന് നിന്ന് വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി അതിൽ നടക്കുവിൻ. വളരെ ആഴമേറിയ ചില അർത്ഥങ്ങളാണ് ഇന്നത്തെ രാത്രി ഈ വചനത്തിൽ നമ്മൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശക്തമായി ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു വചനമായത്. അതിൻ്റെ ആഴങ്ങൾ കർത്താവ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം അമ്പരന്ന് പോയി. കർത്താവേ, അന്നത്തെ ജനത്തെക്കാൾ എത്രയധികം ആവശ്യമാണ് ഇന്നത്തെ ജനത്തിന് ഈ വചനം കൊണ്ട്. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുദിനം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടല്ലേ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ യാത്രയുടെ മധ്യത്തിൽ ഓരോ ദിവസവും ഒരു പക്ഷേ നമ്മളൊരു ജംഗ്ഷനിൽ എത്തുകയാണ്. കാരണം പല തീരുമാനങ്ങളുടെ മധ്യത്തിൽ ഏതാണ് ശരി, എൻ്റെ ജീവിതത്തിന് ഏതാണ് നന്മ വരുന്നത്, എൻ്റെ ജീവിതത്തിലേക്ക് ഏതാണ് നാശം കൊണ്ടുവരുന്നത്, ഞാൻ ഏത് വഴിയിലൂടെ പോയാൽ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എനിക്ക് എത്താൻ പറ്റും എന്നുള്ള വിഷയത്തിൽ പല പല തീരുമാനങ്ങൾ നമുക്ക് വരാം. ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. എക്സാമ്പിൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ നമ്മളെ ബന്ധങ്ങൾ സ്വാധീനിച്ചേക്കാം, അല്ലേ? നമ്മുടെ അപ്പനും അമ്മയും സ്വാധീനിച്ചേക്കാം, ഭാര്യ സ്വാധീനിച്ചേക്കാം, ഭർത്താവ് സ്വാധീനിച്ചേക്കാം, മക്കൾ സ്വാധീനിച്ചേക്കാം. ഹല്ലേലൂയ. പലപ്പോഴും ചില തീരുമാനങ്ങൾ ശരിയാണ്, ഇതാണ് ശരിയായ റോഡെന്ന് അറിഞ്ഞിട്ട് കൂടെ നിൽക്കുന്നവരുടെ താല്പര്യത്തിന് വേണ്ടി, കൂടെ നിൽക്കുന്നവർ സമ്മതിക്കാത്തത് കൊണ്ട്, കൂടെ നിൽക്കുന്നവർ മാറിപ്പോകുന്നത് കൊണ്ട് ആ ശരിയായ പാതയാണതെന്ന് അറിഞ്ഞിട്ടും തെറ്റായ പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും, സാരമില്ല, ഇവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഈ റോഡിൽ കൂടെ കുറച്ചങ്ങോട്ട് പോയിട്ട് പിന്നൊരു ഷോർട്ട് കട്ട് എടുത്ത് ഇപ്പുറത്തെ റോഡിൽ ചാടാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയ പലരും ഒരു പക്ഷെ എന്നെ കേൾക്കുന്നവരുടെ മധ്യത്തിൽ ഉണ്ടാകാം. പണ്ടെടുക്കേണ്ട തീരുമാനങ്ങൾ ഇതുവരെയും എടുക്കുവാൻ കഴിയാതെ ഇപ്പോഴും അതോർത്ത് പശ്ചാത്തപിച്ച് ജീവിക്കുന്നവർ ഒരു പക്ഷേ ഈ വചനം കേൾക്കുമായിരിക്കാം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലേലൂയ. ബന്ധങ്ങൾ എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ ഒക്കെ മധ്യത്തിൽ നമ്മുടെ ബന്ധങ്ങൾ കുലച്ചിൽ വരുമോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആത്മീയ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ ബന്ധങ്ങളെക്കാൾ അധികം ദൈവഭയമാണ് നമ്മളെ നയിക്കേണ്ടത്. കാരണം നാം എടുക്കുന്ന വഴി ശരിയായ വഴിയാണെങ്കിൽ നമ്മുടെ കൂടെ പിരിഞ്ഞു നിന്നവർ, നമ്മളിൽ നിന്ന് മാറിപ്പോയവർ പിൽക്കാലത്ത് നമ്മുടെ വഴിയെ തിരിച്ചറിഞ്ഞ് ഇതാണ് യഥാർത്ഥ വഴി എന്ന് പറഞ്ഞ് ഒരു പക്ഷേ നമ്മളെ അനുഗമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആത്മീയ വിഷയങ്ങളിൽ കർത്താവ് എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അവിടെയൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നേക്കാൾ അധികം നിങ്ങൾ അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നുവെങ്കിൽ എനിക്ക് ശിഷ്യനായിരിക്കുകയില്ല. മക്കളെയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നുവെങ്കിൽ എനിക്ക് ശിഷ്യനായിരിക്കുകയില്ല. കാരണം കർത്താവ് പറയുക, എന്നേക്കാൾ അധികം ഈ ലോക ബന്ധങ്ങളിലാണ് നീ അധികം സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ, ലോകത്തിലെ ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് നിനക്ക് എത്താൻ പറ്റുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നത്തെ രാത്രി ശാന്തമായി ഒന്ന് ആലോചിക്കണമേ. ഞാൻ ജീവിക്കുന്നത് കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ടാണോ, ഈ ലോകത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നവരുടെ ശബ്ദം കേട്ടിട്ടാണോ? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റഗ്രിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഈ ജംഗ്ഷനുകളിൽ, ഈ ജീവിതത്തിന്റെ ക്രോസ് റോഡ്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു നിമിഷം നിന്നിട്ട് പറയും, ഇത് എൻ്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ വഴിയാണോ? നമ്മൾ ചിലയിടങ്ങളിൽ ചില കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുകളയേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലത് നമുക്ക് അതുവരെ നമുക്ക് വിലയും നിലയും തന്നുകൊണ്ടിരുന്ന, ലോകത്തിൽ അംഗീകാരം തന്നുകൊണ്ടിരുന്ന ചില വഴികളിൽ എത്തുമ്പോൾ നേരായ വഴിയിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ നമ്മളൊരു തീരുമാനമെടുക്കും. എന്താണെന്നറിയാമോ? ഏതായാലും ഇത് ഉപേക്ഷിച്ചിട്ടുള്ള കളി വേണ്ട. കാരണം ഇത്രയും നാളുകൊണ്ട് ഞാൻ നേടിയെടുത്ത എൻ്റെ പേര്, പ്രൗഢി, എൻ്റെ നില, എൻ്റെ വില, എന്തുകൊണ്ട് ഞാൻ അതിന് കളയും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ. ഹല്ലേലൂയ! ഇതൊരു ക്രോസ് റോഡ്സാ. ഇത് ഈ നാൽക്കവലയിൽ എടുക്കുന്ന തീരുമാനമാണ്. കർത്താവിനെ നാം അനുഗമിക്കുന്നെങ്കിൽ കർത്താവിന്റെ ശബ്ദം കേട്ടാൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇന്ന് നോക്കിയാൽ ലോകം മുഴുവനും അനിശ്ചിതത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. വളരെ വലിയ പ്രബലന്മാർ വീണുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ചിന്തിച്ച് പ്രവചിച്ചു വെച്ചിരുന്ന ഭാവിയൊക്കെ താറുമാറായിക്കൊണ്ടിരിക്കുക ഇന്ന്, അല്ലേ? മനുഷ്യന് യാത്ര ചെയ്യുവാൻ ഇന്ന് ഭയമാണ്. ലോകത്തിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സുരക്ഷിതമായ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റത്തില്ല ഏത് സ്ഥലമാണ് സുരക്ഷിതമെന്ന്. അങ്ങനെ അരക്ഷിതാവസ്ഥ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ മധ്യത്തിൽ സുരക്ഷിതമായ ഒരൊറ്റ അവസ്ഥയേ ഉള്ളൂ, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ പാദപീഠം. കർത്താവ് ഇരിക്കുന്നത് എവിടെയോ, കർത്താവിനോട് കൂടി ആര് നടക്കുന്നുവോ അവര് സുരക്ഷിതരാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ! അവിടെ നമ്മുടെ പേഴ്സണൽ ഇന്റഗ്രിറ്റിക്ക് സ്ഥാനമില്ല. അവിടെ കർത്താവിനെ അനുഗമിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞു, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ലെങ്കിൽ. നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിന് താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നു, നിന്നെ തന്നെ നീ ത്യജിച്ചില്ലെങ്കിൽ, നിനക്കുള്ളതിനെയൊക്കെ വിട്ടുപിരിയുവാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്ത സ്ഥലത്ത് നിനക്ക് എത്താൻ പറ്റത്തില്ലെന്ന്. കാരണം ഒറ്റ വഴിയേ ഉള്ളൂ അവിടെ എത്തുവാൻ. ആ വഴിയിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി ക്രോസ് റോഡ്സ് ഇടയ്ക്ക് വരും, നമ്മളെ തടസ്സപ്പെടുത്തുവാൻ, നമ്മളെ കൺഫ്യൂസ് ചെയ്യുവാൻ. എന്നാൽ ദൈവ ശബ്ദം കേട്ട് ആ വഴി കണ്ടുപിടിച്ചു പോകണം. നമുക്കറിയാമല്ലോ, എത്ര തിരക്കുണ്ടെങ്കിലും നമുക്കൊരു GPS നമ്മുടെ കാറിനകത്തുണ്ടെങ്കിൽ എത്ര ബഹളം ഉണ്ടാക്കിയാലും ആ GPS പറയുന്നത് പോലെ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അഡ്രസ്സിൽ എത്തും നമ്മൾ. ഹല്ലേലൂയ! കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരിടത്തും നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ശ്രദ്ധ വികേന്ദ്രീകരിച്ചു പോകുന്നില്ല. അതുപോലെ തന്നെ ദൈവശബ്ദം കേട്ടുപോകുന്ന ഒരു വ്യക്തി ചുറ്റുപാടും എത്ര തിരക്കുകൾ ഉണ്ടായാലും, എത്ര ടെംപ്റ്റേഷൻസ് വന്നാലും, എത്ര എതിരുകൾ വന്നാലും, എത്ര സമ്മർദ്ദങ്ങൾ വന്നാലും ദൈവശബ്ദം കേട്ടുകൊണ്ടാണ് ആ വ്യക്തി ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തി വഴി തെറ്റാതെ തക്ക സ്ഥലത്തെത്തും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, രണ്ട് അവസാനം എത്തുന്നത് 2 സ്ഥലങ്ങളാണ്. ഒന്നുകിൽ കർത്താവിനോട് കൂടെയുള്ള വാസം, അല്ലെങ്കിൽ കർത്താവില്ലാത്ത സ്ഥലത്തെത്തും. നമുക്കറിയാം, കർത്താവിനോടുള്ള വാസത്തിന് ദൈവവചനം പറയുന്നു സ്വർഗം, കർത്താവില്ലാത്ത സ്ഥലത്തിന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു നിത്യ നരകം. നമ്മളെല്ലാവരും ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തെത്തും. അത് തീരുമാനിക്കേണ്ടത് ഇന്ന് നമ്മൾ പോകുന്ന വഴി ശരിയായ വഴിയാണോ എന്നുള്ളതാണ്. ശരിയായ വഴി, സ്വർഗത്തിലേക്കുള്ള വഴി എന്താണെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നരകത്തിലേക്കുള്ള വഴി എന്താണെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. ഇവിടെ ഇതാ പറയുന്നത് ഈ ജനത്തോട്. അപ്പോഴവർ പറയുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കത്തില്ലെന്ന്, ഞങ്ങൾക്കത് കേൾക്കണ്ടെന്ന്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ! അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഈ തീരുമാനങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫെയ്ത്തിന്റെ വിഷയത്തിലുണ്ട്, വിശ്വാസത്തിന്റെ വിഷയത്തിൽ പലപ്പോഴും നമ്മൾ പറയും, എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ കുടുംബത്തിൽ സമാധാനം ഇല്ലാതിരിക്കാൻ എങ്ങനെയാണ് അത് കഴിയുന്നത്? എൻ്റെ വിശ്വാസത്തിന്റെ വഴികളിൽ ഞാൻ പോയാൽ കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുമല്ലോ. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് എടുത്തു ചാടാനായിട്ട് ഒരാൾ ശ്രമിക്കുമ്പോൾ, ഇല്ല എടുത്തു ചാടേണ്ട, ഇവരാരും നമ്മുടെ കൂടെ ചാടത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അതിനകത്ത് നിൽക്കുമോ? ഇല്ല. ആ വ്യക്തിക്കറിയാം, ഞാൻ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഞാനും ഇല്ലാതാകും. അതിനേക്കാൾ നല്ലത് ആ വ്യക്തി എടുത്തു ചാടുന്നത് കണ്ട് ആരെങ്കിലും കുറച്ചുപേരെങ്കിലും കൂടെ എടുത്ത് ചാടും. കാരണം അപകടം കണ്ടുകൊണ്ടാണ് ഈ മനുഷ്യൻ ചാടുന്നതെന്ന് കൂടെ നിൽക്കുന്ന ചിലർക്കെങ്കിലും മനസ്സിലാകും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിശ്വാസം കർത്താവ് നിനക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ, ദൈവശബ്ദം സ്വർഗം നിന്നെ കേൾപ്പിക്കുമ്പോൾ, നിന്റെ കൂടെയുള്ളവരത് കേട്ടെന്നിരിക്കുന്നില്ല, നിന്റെ വീട്ടിലുള്ളവരത് കേട്ടെന്നിരിക്കുന്നില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചു. ജനസിസ് ചാപ്റ്റർ 11 അവസാനം അല്ലെങ്കിൽ 12 ആദ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിനെ ദൈവം വിളിച്ചു. സാറ ആ ശബ്ദം കേട്ടില്ല. സാറ കാണുന്നത് അബ്രഹാം എടുത്ത സ്റ്റെപ്പുകളാണ് കണ്ടത്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ യാത്രയുടെ തുടക്കമാണ് സാറ കണ്ടത്.
സാറയെ സമ്മതിപ്പിച്ചിട്ടല്ല അബ്രഹാം പോകാമെന്ന് ദൈവത്തിന് വാക്ക് കൊടുത്തത്. ഹല്ലേലൂയ. അബ്രഹാം പോകാനായി ഇറങ്ങി, സാറ ഹാഡ് ടു ഫോളോ ഹിം. അബ്രഹാം ഇറങ്ങി, സാറ അവനെ അനുഗമിച്ചു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിനക്ക് ലഭിച്ച വെളിച്ചം, നീ കേട്ട ശബ്ദം നിന്റെ കൂടെ ഉള്ളവർ കേട്ടുവന്നിരിക്കുകയില്ല. പക്ഷേ നീ ശബ്ദം കേട്ടിട്ട് കൂടെ ഉള്ളവരെ എല്ലാവരെയും ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നീയും എത്തുകയില്ല, നിന്റെ കൂടെ ഉള്ളവരും എത്തുകയില്ല. മറന്നു പോകരുത്. ഹല്ലേലൂയ. ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് we must a decision concerning about our going forward, about our direction. നമ്മുടെ പോകുന്ന ഗതിയെ ആശ്രയിച്ച് നോക്കുമ്പോൾ we must make it a practice. നമുക്കൊരു പ്രാക്ടീസ് ഉണ്ടാവണം. ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, മുന്നോട്ട് പോകുന്ന പാതയിൽ ഏത് ജംഗ്ഷനിലെത്തിയാലും, ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പല തീരുമാനങ്ങളുടെ മധ്യത്തിൽ ഏതെടുക്കണമെന്ന് ഭാരപ്പെടുന്ന ഒരു അവസ്ഥ. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, whether it's a small or a bigger one, speak to God first. ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഞാൻ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? കൂടെയുള്ളവരോടല്ല ചോദിക്കേണ്ടത്, കൂടെയുള്ളവരെ അല്ല നോക്കേണ്ടത്. നീ ദൈവത്തിന്റെ മുഖം നോക്ക്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ശബ്ദം കേക്ക്. വെറുതെ എന്തിനാ വഴിതെറ്റി പോകുന്നത്? വെറുതെ എന്തിനാ നീ താമസിക്കുന്നത്? ചിലർ ചിന്തിക്കാറുണ്ട്, വഴിതെറ്റിയാലും കുഴപ്പമില്ല, GPS കയ്യിലുണ്ടല്ലോ, അവിടെ കറങ്ങി തിരിഞ്ഞ് എബൌട്ട് ടേൺ എടുത്തിട്ട് അപ്പുറത്ത് വന്ന് ചാടുമെന്ന്. ആത്മീയ ജീവിതത്തിൽ ഒരു പക്ഷേ നീ അപ്പുറത്ത് വന്ന് ചാടിയേക്കാം. അപ്പോഴേക്കും നീ ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. നിന്റെ സമയം ഒത്തിരി നഷ്ടപ്പെടുത്തി പോകും. നിന്റെ ബലം ഒത്തിരി ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ. ഓർത്ത് നോക്കിക്കേ, ഓടി കുറച്ചു പേരോട് ഓടി ഒരാൾ മുമ്പിലെത്തിയിട്ട് വഴി തെറ്റിപ്പോയാൽ എന്താ സംഭവിക്കുന്നത്? പിന്നെയും ഒരു പക്ഷേ ഓടി മുന്നിലെത്തിയേക്കാം. പക്ഷെ അപ്പോഴത്തേക്ക് യു വിൽ ബി ഡ്രെയിൻഡ് ഓഫ് യുവർ സ്ട്രെങ്ത്. നിന്റെ ബലം കുറഞ്ഞു പോകും. കാരണം നീ എക്സ്ട്രാ ഇഫോർട്ട് എടുക്കേണ്ടി വരും. മുന്നോട്ടുള്ള സമയം ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ആഴമേറിയ ചിന്തകൾ ഈ ദൈവവചന ഭാഗത്തിൽ നിന്ന് നമുക്കിന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, Proverbs chapter 3 verse 6, സദൃശവാക്യങ്ങൾ 3:6 പറയുന്നു, In all your ways submit to him and he will make your path straight. നിന്റെ എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതയെ നേരെയാക്കും, അല്ലെങ്കിൽ സ്ഥിരമാക്കും. ഏത് വഴികളിലും കർത്താവിനെ നിരക്കുകയാണെങ്കിൽ, കർത്താവിനെ ചിന്തിക്കുകയാണെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, സമർപ്പിക്കുകയാണെങ്കിൽ, അവിടുന്ന് നമ്മുടെ പാതയെ നേരെയാക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെ കേട്ട വചനം എന്ന് പറയുന്നത് യഹൂദ ജനം, ദ കിങ്ഡം ഓഫ് ജൂദ, യഹൂദ രാജ്യം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് അവർ മാറിപ്പോയി. ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി അവിടെയുള്ള ജാതികളുടെ പിന്നാലെ അവരുടെ വഴികളെ അവർ അനുഗമിച്ച് നടന്നു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ പ്രമാണങ്ങളെ വിട്ടു നടന്നു. ദൈവത്തോട് അവർ മറുതലിച്ചു. ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോയപ്പോൾ യിരെമ്യാ പ്രവാചകനെ അവരുടെ മധ്യത്തിലേക്ക് അയച്ചിട്ട് അവർ ദൈവം മടക്കി കൊണ്ടുവരികയാണ്. അവരോട് പറയുക, നിങ്ങൾ മടങ്ങി വന്ന നാൽക്കവലയിൽ നിന്ന് എന്റെ ശബ്ദം കേട്ട് എന്റെ പഴയ വഴികളെ അന്വേഷിച്ച് അതിലൂടെ നടക്ക്. He called his people to stop, repent and return. നിങ്ങൾ അവിടെ നിൽക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, എന്നിട്ട് പഴയ വഴിയിലേക്ക് മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നത്തെ രാത്രി കർത്താവിൻ്റെ ശബ്ദം നാം ശാന്തമായി ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ ഓട്ടം നീ ഒന്ന് നിർത്ത്, നിന്റെ ഗതിയെന്ന് നിർത്ത്. നീ നിന്നെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യ്. ആം ഐ അറ്റ് ദ റൈറ്റ് റോഡ്? ആം ഐ ഓൺ ദ റൈറ്റ് റോഡ്? ഞാൻ ശരിയായ ദിശയിലേക്കാണോ? അതോ എനിക്ക് തോന്നുകയാണോ ഞാൻ ശരിയായ ദിശയിലേക്കാണെന്ന്? അല്ലെങ്കിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ പറയുകയാണോ ഇത് ശരിയായ ദിശയാണെന്ന്? അങ്ങനെ എത്രയോ പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. കൂടിരുന്നവർ പറഞ്ഞു, ഇതാ കറക്റ്റ് വഴി എന്ന് പറഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഓടിക്കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് കറക്റ്റ് വഴിയല്ലായിരുന്നു. കൂടെ ഇരിക്കുന്നവർ പറഞ്ഞതോ, കൂടെ യാത്ര ചെയ്യുന്നവർ പറഞ്ഞതോ, നമ്മുടെ തോന്നലുകളോ, ഇതൊന്നുമല്ല ശരിയായ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് നമ്മൾ കണ്ടെത്തുവാനാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്തു നിന്ന് 4-5 കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, God calls us to pause and examine our direction. കർത്താവ് നമ്മളോട് പറയുകയാണ്, സർവശക്തനായ ദൈവം പറയുകയാണ്, നീ ഒന്ന് നിന്ന് നിന്റെ വഴികളെ കുറിച്ച് ഒന്ന് ചിന്തിക്ക്. ഇത്രയും നാൾ ഞാൻ ഇവിടെ കടന്നു വന്നു, ഈ സമയം കൊണ്ട് ഞാൻ എവിടെ എത്തേണ്ട ആളായിരുന്നു? ചിന്തിച്ചു നോക്കിക്കേ. മുമ്പേ പറഞ്ഞതുപോലെ ഇതുവരെ എടുത്ത എത്രയോ തീരുമാനങ്ങളുണ്ട്. കർത്താവ് ശരിയായ വഴി നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ ശരിയായ ഒരു വഴിയിലേക്ക് കാറ് തിരിച്ചു.
പിന്നെ ഓടിയപ്പോഴൊന്നും കർത്താവിനോട് ചോദിച്ചില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ നടന്നുകൊണ്ടേയിരുന്നു. ഇത്രയും കാലം അവരോട് ചോദിച്ചില്ല. പക്ഷെ തുടങ്ങിയപ്പോൾ കറക്റ്റ് റോഡായിരുന്നു. പക്ഷെ ഇതിനകത്ത് എത്രയോ നാൽക്കവലകൾ വന്നു, എത്രയോ വഴിത്തിരിവുകൾ വന്നു, എത്രയോ ക്രോസ് റോഡ്സ് വന്നു. അവിടെ ഒന്നും നിന്ന് ദൈവത്തോട് ചോദിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ശരിയെന്ന് പറഞ്ഞ പാതയിൽ. ദൈവം ഇവിടെ പറയുകയാണ്, നീ ഒന്ന് നിൽക്ക്, നീ ഒന്ന് എക്സാമിൻ ചെയ്യ്. നിന്റെ ഡയറക്ഷൻ ശരിയാണോ? നീ മടങ്ങി പോകേണ്ടവനാണോ? നീ എവിടെ എത്തേണ്ടവനായിരുന്നു? നീ ഇന്നത്തെ രാത്രി മടങ്ങിപ്പോയി പഴയ വഴികളെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സ്റ്റാൻഡ് അറ്റ് ദ ക്രോസ് റോഡ്സ് ആൻഡ് ലുക്ക്. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ ചോദിച്ച് അതിൽ നടക്കുവിൻ. ഞാൻ പറഞ്ഞല്ലോ, പഴയ പാതകളെ ചോദിച്ച് അതിൽ നടക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ പാതകൾ, അല്ലെങ്കിൽ നിങ്ങൾ വഴിയിൽ ചെന്ന്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു, thus says the Lord, stand you in the ways and see and ask for the old paths. അതിന് വേറൊരു കറക്റ്റ് റൂട്ട് മീനിങ്ങിൽ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, സ്റ്റാൻഡ് യു അറ്റ് എ ക്രോസ് റോഡ്സ് ആൻഡ് ആസ്ക് എന്ന് പറഞ്ഞാൽ ആ നാൽക്കവലയിൽ നിന്നുകൊണ്ട് നീ ചോദിക്ക്. ആരോട് ചോദിക്ക്? ദൈവത്തോട് ചോദിക്ക്. God is asking his people to be patient, not to act in hurry, wait on him. നമുക്കറിയാം, ഹല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ധൃതി വെച്ച് ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ കാണുന്നത് പ്രസന്റ് ടൈം മാത്രമേ ഉള്ളൂ. ഇന്ന് എല്ലാം ഓക്കെ ആണോ? നമ്മുടെ ചിന്തകൾ അതാ. ഇന്നെല്ലാം ഓക്കെ ആണോ? ഇന്നെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ ആണെന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഈ കിളിയെ പിടിക്കുന്നവരുണ്ട്, വല വെച്ചിട്ട് കിളിയെ പിടിക്കുന്നവരുണ്ട്, അല്ലേ? പക്ഷികളെ പിടിക്കുന്നവരുണ്ട്. അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഭക്ഷണം എറിഞ്ഞു കൊടുക്കും. ഭക്ഷണം എറിഞ്ഞു കൊടുത്തിട്ടാണ് അവിടെ വല വെക്കുന്നത്, ട്രാപ്പ് വെക്കുന്നത്. പക്ഷെ ഈ പക്ഷി കാണുന്നത് എന്തുവാണെന്നറിയാമോ? ഭക്ഷണം, ഫുഡ് മാത്രമേ. ദ ബേർഡ് സീസ് ഓൺലി ദ ഫുഡ്, ബട്ട് ഇറ്റ് ഡസൻറ്റ് സീ ദ ട്രാപ്പ്. ആ പക്ഷി കാണുന്നത് ആ ഭക്ഷണം മാത്രമാണ് കാണുന്നത്. ആ ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ട് അത് ആ ഭക്ഷണത്തിൽ വന്ന് അത് കൊത്തും. ആ സമയത്ത് അതിൻ്റെ മേൽ കുരുക്ക് വീഴും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ലോകം നമ്മളെ കുരുക്കിയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ന് നമ്മൾ ചിലതൊക്കെ കണ്ട് അതിലങ്ങ് ആകൃഷ്ടരായിപ്പോയി. എന്നിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്, ഇതൊക്കെ ദൈവം തന്നു, അപ്പൊ ഞാൻ ശരിയായ വഴിയിൽ പോകുന്നത് കൊണ്ടല്ലേ ഞാൻ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, നീ പോകാത്ത വഴികളിൽ, നീ പോകുന്ന വഴിയിൽ പോകാത്ത എത്രയോ പേര് നിന്നേക്കാൾ അധികം ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ദൈവത്തെ അറിയാത്ത ഒരു ജനം, മാർഗങ്ങളെല്ലാം തെറ്റിപ്പോയ ഒരു ജനം, ദുഷ്ട വഴികളിൽ നടക്കുന്ന ഒരു ജനം നിന്നേക്കാൾ കൂടുതൽ ഭൗതികമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി മാനസികമായി ഉന്നതിയിലല്ലേ? അപ്പൊ അവർ ശരിയായ വഴിയിലാണോ? ഇന്നത്തെ രാത്രികാലം ശാന്തമായി ഒന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. We are being tempted by the world. ഈ ലോകം നമ്മളെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലോകം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകം നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പിശാച് വന്നു. അത് അവർ വന്നിട്ട് എന്തുവാ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വന്നാൽ ആദ്യത്തെ 13 വാക്യങ്ങൾ, അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കർത്താവിന്റെ ശുശ്രൂഷയുടെ പകുതി കഴിഞ്ഞപ്പോഴല്ല അവർ വന്നത്. അവൻ വന്നത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലാണ് വന്നത്. അവൻ എന്തുവാ വന്ന് ടെംപ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? കർത്താവിന് ആ നിമിഷം എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നോ അതൊക്കെ അവൻ ഓഫർ ചെയ്തു. എന്താ? ഭക്ഷണം വേണമായിരുന്നു. കർത്താവ് വിശന്നു, അല്ലേ? മരുഭൂമിയിൽ താൻ ഉപവസിക്കുകയായിരുന്നു. ഉപവസിച്ച ശേഷം അവര് വിശന്നപ്പോഴാണ് പരീക്ഷകനായ പിശാച് അവരുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് അവന് ഭക്ഷണം ആവശ്യമുണ്ട്. ഭക്ഷണം വാഗ്ദത്തം ചെയ്തു. അത് മാത്രമല്ല, അവൻ സാക്ഷാൽ ദൈവപുത്രനാണ്, ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ രാജാവായിരിക്കുന്നവനാണ്. ഒരു രാജാവിന് വേണ്ടതെന്താണ്? അധികാരം വേണം, സിംഹാസനം വേണം, രാജ്യങ്ങൾ വേണം. അതും പിശാച് പറഞ്ഞു, ഈ രാജ്യങ്ങളൊക്കെ നിനക്ക് ഞാൻ തന്നേക്കാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എനിക്കും നിനക്കും വേണ്ടത് ഈ ലോകത്തിൻ്റെതാണെങ്കിൽ അതെല്ലാം ലോകം ദൈവം പിശാച് തരും. അതിന് ഈ ക്രൂശിന്റെ വഴിയിലൂടെ നീ നടക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതിന് നീ നിന്റെ ജീവിതത്തിൽ പലതും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അതല്ലേ ഇന്ന് പലരും പഠിപ്പിക്കുന്നതും ന്യൂജൻ ടീച്ചിങ്സ് ഒക്കെ കാണുന്നില്ലേ? നീ ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, നിനക്ക് വേണ്ടതോ ഒക്കെ തരും. ശരിയല്ലേ? ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ ഈ ക്രൂശിന്റെ പാത പ്രസംഗിക്കുന്നത്? പിന്നെ എന്തിനാണ് റിപ്പന്റൻസ്, മാനസാന്തരം പ്രസംഗിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്നത്? ഈ വചനം ഒന്നും നോക്കേണ്ടെന്ന്. ഇത് അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും അറിയാത്ത, ടെക്നോളജി ഒന്നും ഇല്ലാത്ത, സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യർക്ക് വേണ്ടി ദൈവം എഴുതി വെച്ച, ഇന്ന് നമുക്കിതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ.
അവരെക്കാളൊക്കെ ഒത്തിരിയോ ബുദ്ധിയുണ്ട് നമുക്ക്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യഹോവ പറയുന്നു, നീ പഴയ പാതകളെ ചോദിച്ച് ആ പഴയ പാതയിലേക്ക് നീ മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അല്ലെങ്കിൽ നീ ലക്ഷ്യത്തിലെത്തത്തില്ല. ഇവിടെ പറയുകയാണ്, നീ ആ വഴിയിലൊന്ന് നിന്നിട്ട് ഒന്ന് നോക്ക്. ഈ സമയം കൊണ്ട് ഞാൻ എവിടെ എത്തേണ്ട ആളായിരുന്നു, പക്ഷെ ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നത്? ചിന്തിക്കണമേ സഹോദര. We are so busy with our day-to-day work. We are so busy with our commitments. We are so busy with so many distractions around us. നമ്മുടെ ചുറ്റുപാടും ഡേ ടു ഡേ വർക്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യുവാനുണ്ട്. ഡയറി മുഴുവനും ഇന്ന് ഫുള്ളാണ്. ഒത്തിരി സ്കെഡ്യൂൾസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് തീർക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ മുതൽ ഓട്ടമാണ്. നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം കീപ്പ് ചെയ്യുവാനൊക്കെ വേണം. ബന്ധങ്ങളിൽ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, ഓഫീസിൽ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, സഭയിൽ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. ഈ ലോകം ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ അങ്ങ് എൻഗേജ്ഡ് ആണ്. വളരെ വളരെ ബിസിയാണ് നമ്മൾ. കമ്മിറ്റ്മെന്റ്സ് ഒത്തിരി ഉണ്ട്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ഞാൻ ശരിയായ വഴിയിലൂടെയാണോ പോകുന്നതെന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നില്ല. കാരണം ഒരു മിനിറ്റ് നിന്ന് നമ്മളെ നടത്തുവാൻ കെൽപ്പുള്ള ദൈവത്തോട്, കർത്താവേ, ആമായി ഓൺ ദ റൈറ്റ് റോഡ് എന്ന് ചോദിക്കുവാൻ നമുക്ക് സമയമില്ല. പ്രാർത്ഥിക്കുവാൻ നമുക്ക് സമയമില്ല. ദൈവ ശബ്ദം കേട്ട്, മുമ്പേ പറഞ്ഞതുപോലെ GPS ശബ്ദം കേൾക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഡ്രൈവർക്ക് മാത്രമേ GPS പറയുന്ന സമയത്ത് ടേൺ റൈറ്റോ ടേൺ ലെഫ്റ്റോ എടുക്കുവാനോ അല്ലെങ്കിൽ തിരിഞ്ഞു വരുവാനോ പറ്റത്തുള്ളൂ. അത് കേൾക്കുവാൻ സമയമില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ വണ്ടി നിയന്ത്രിക്കാൻ പറ്റും? ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. വി ആർ സോ മച്ച് ടേക്കൺ അപ്പ് വിത്ത് അവർ ബിസിനസ്. നമ്മുടെ തിരക്ക് നമ്മളെ മൂടിയിരിക്കുക, നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് നമ്മളെ മൂടിയിരിക്കുക. അതുപോലെ ടൂ മച്ച് ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ ശ്രദ്ധയെ നശിപ്പിക്കുന്ന പലതും നമ്മുടെ ചുറ്റും ഒത്തിരി ഉണ്ട്. നമ്മുടെ ഫോൺ, നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, നമ്മുടെ ലാപ്ടോപ്സ്, നമ്മുടെ ചുറ്റുമുള്ള എന്റർടൈൻമെന്റ്സ്, നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള സൈൻ ബോർഡ്സ്, നമ്മുടെ കൂട്ടുകാര്, നമുക്ക് കിട്ടുന്ന ഫോൺ കോളുകൾ എല്ലാം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക, നമ്മുടെ ശ്രദ്ധയെ മാറ്റുകയാണ്. ശരിയായ ലക്ഷ്യത്തിൽ നിന്ന്, ശരിയായ റോഡിൽ നിന്ന്, ഞാൻ ഇതിൽ തന്നെയാണോ എന്നുള്ളതിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയാണ്. ഒരു ഡ്രൈവറിന്റെ ശ്രദ്ധയൊന്ന് മാറിയാൽ എന്താ സംഭവിക്കുന്നത്? മോട്ടോർ വേയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 70 മൈൽ സ്പീഡിൽ 80 മൈൽ സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവറുടെ ശ്രദ്ധയൊന്ന് മാറിയാൽ എന്താ സംഭവിക്കുന്നത്? ദൈവവേദനേ, നിന്റെ ജീവിതം അതിനേക്കാൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് നിന്റെ ശ്രദ്ധ മുഴുവനും മാറിക്കൊണ്ടിരിക്കുക, പതറിക്കൊണ്ടിരിക്കുക. വഴികൾ തെറ്റുകയാണ്. പോകുന്ന വഴിക്ക് അനേകരെ ഇടിച്ചിടുന്നുണ്ട്. എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ ചുറ്റും വരുന്നു. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സമ്മർദ്ദങ്ങളാണ്. ഒരു മിനിറ്റ് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് കഴിയുകയില്ല. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുകയില്ല. Where is my life actually going? എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നിന്ന് ശാന്തമായി ചിന്തിക്കുവാനുള്ള സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുക. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അപ്പോസ്തലൻ ദൈവത്തിന്റെ സഭയെ ഓർമ്മിപ്പിക്കുന്നു, ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവേൻ. സൂക്ഷ്മതയോടെ നടക്കണമെന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? Pay careful attention then how you walk, not as wise, but as wise, redeeming the time because the days are evil. സൂക്ഷ്മതയോടെ നടക്കണമെന്ന് എന്ന് പറഞ്ഞാൽ രണ്ടു വശത്തും ചള്ളവെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു വയൽ പ്രദേശത്തിന്റെ നടുവിലുള്ള വരമ്പിലൂടെ നീ എത്ര സൂക്ഷ്മതയോടെയാണ് നടക്കുന്നത്, അതിനേക്കാൾ സൂക്ഷ്മതയോടെ നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ നടക്കണമെന്നാണ് പറയുന്നത് വചനം. കാരണം ചുറ്റുപാട് ചെളിവെള്ളം നിറഞ്ഞു കിടക്കുക. ഇതിനകത്ത് നീ വീണു പോയെങ്കിലുണ്ടല്ലോ നാശമായിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിക്കേ. എവിടെയെങ്കിലും ദൂര സ്ഥലത്ത് പോകാനായിട്ട് വെൽ ഡ്രസ്ഡായിട്ട് വെള്ളയും ഒക്കെ ധരിച്ച് ഈ വരമ്പിൻ്റെ പുറത്തൂടെ പോയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുകയാണ്. തെറ്റിയടിച്ച് ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? പണ്ട് വെള്ളയായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ വെള്ള വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്, ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, പണ്ട് വെള്ളയായിരുന്നു, പണ്ടെല്ലാം നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നീ എങ്ങനെയാ? മനുഷ്യന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ പറ്റുമോ? മനുഷ്യന്റെ മുമ്പിൽ പോലും നിൽക്കാൻ കഴിയാത്ത നീ ദൈവത്തിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും? ശ്രദ്ധിക്കണമേ സഹോദര സഹോദരി. ഹല്ലേലൂയ. ഇമാജിൻ someone driving in the night. ഒന്ന് ഓർത്ത് നോക്കിയാൽ, രാത്രിയിൽ ഒരാളൊരു വണ്ടി ഓടിച്ചു പോകുകയാണ്.
രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമതേ ഇരുട്ടാണ്. മതിയായ വെട്ടമൊന്നുമില്ല, വെളിച്ചമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് രാത്രി വണ്ടി ഓടിക്കുന്നത്. കാരണം ടേണിങ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് ഒരുപക്ഷെ അറിയത്തില്ല. എത്ര ശ്രദ്ധയോടെ പോകണം. അങ്ങനെ പോകുന്ന വ്യക്തി നാൽക്കവലകളെ അല്ലെങ്കിൽ തനിക്കറിയാത്ത റോഡിലൂടെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അറിയാത്ത റോഡിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഭാവി നമുക്കറിയത്തില്ല, നാളത്തെ ദിവസം നമുക്കറിയത്തില്ല, എന്തൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഭൗതികമായി പറഞ്ഞാൽ അറിയാത്ത റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെയാണ്. അങ്ങനെ ഒരു വ്യക്തി രാത്രിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തൻ്റെ മുമ്പിൽ ഈ ജംഗ്ഷനുകൾ, നാൽക്കവലകളൊക്കെ വരുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ ഈ കാണുന്ന റോഡിലൂടെ കയറി പോവുകയാണെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയും സഹോദര സഹോദരി? അതല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒന്ന് നിന്ന് ചോദിക്കുവാൻ. ആരോട് ചോദിക്കാൻ? ദൈവത്തോട് ചോദിക്കാൻ. കാരണം അവന് മാത്രമേ വഴി അറിയൂ, അവന് മാത്രമേ നമ്മുടെ ഭാവി അറിയൂ, അവന് മാത്രമേ നമുക്ക് ലക്ഷ്യത്തെ അറിയൂ. എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ എത്ര അകലെയാണെന്നും എൻ്റെ ലക്ഷ്യത്തോട് ഞാൻ എത്ര അടുത്തുവെന്നും തിരിച്ചറിയുന്നവൻ സ്വർഗത്തിലെ ദൈവം മാത്രമാ. അതോ ഞാൻ എൻ്റെ ലക്ഷ്യത്തേക്കുള്ള വഴി വിട്ട് മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണോ? അതും അറിയുന്നത് ദൈവം മാത്രമാ. അവൻ മുകളിൽ നിന്ന് നോക്കുകയാ നമ്മുടെ വഴി. എന്നാൽ ഒന്ന് നിന്ന് ചോദിക്കാൻ നമുക്ക് സമയമില്ല. ഹല്ലേലൂയ. പ്രൊവേഴ്സ് ചാപ്റ്റർ 14:12 സദൃശവാക്യങ്ങൾ 14:12 ഇങ്ങനെ പറയുന്നു: ചിലപ്പോഴൊരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. There is a way that appears to be right, but in the end it leads to death. നമുക്ക് ചൊവ്വായി തോന്നുകയാ വഴി. മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് എന്തിന്റെ കുഴപ്പം? ആരോഗ്യമുണ്ടല്ലോ, പണമുണ്ടല്ലോ, ജോലിയുണ്ടല്ലോ, എനിക്കെല്ലാം ഉണ്ടല്ലോ, എൻ്റെ മക്കളൊക്കെ ഓക്കെ ആണല്ലോ, എനിക്കെല്ലാം ഉണ്ട്. അതിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ഭാഗത്താണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മുമ്പേ പറഞ്ഞതുപോലെ ദൈവം ഇല്ലാത്തവർക്ക് നമ്മളെക്കാട്ടി കൂടുതൽ പലതുമുണ്ട്. ഈ ഭൗതികമായത് കണ്ട് ദൈവം എൻ്റെ പക്ഷത്താന്ന് നീ പറയരുത്. നിന്റെ ആത്മീയ ജീവിതത്തിലേക്ക് നീ ഒന്ന് നോക്ക്. നീ ആത്മീയ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറ, ദൈവം നിന്റെ പക്ഷത്തുണ്ടോ, എൻ്റെ പക്ഷത്തുണ്ടോ എന്ന്. സദൃശവാക്യത്തില് ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിരിക്കുന്നു: ഒരു മനുഷ്യന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു, പക്ഷെ അതിന്റെ അവസാനം മരണവഴികൾ അത്രേ. നിശാന്തമായി നിന്ന് നമുക്ക് ചിന്തിക്കാം. രണ്ടാമതായിട്ട് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് God invites us to seek the ancient paths, അല്ലെങ്കിൽ ഓൾഡ് പാസ്. ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ജംഗ്ഷനിൽ ചെന്ന് നിന്ന്, ഈ നാൽക്കവലയിൽ വഴിത്തിരിവിൽ ചെന്ന് നിന്ന് പഴയ പാതകളെ ചോദിച്ച് അതിൽ നടക്കുവാൻ. പഴയ പാതകൾ. Ask for the ancient paths, ask where the good way is. ആ പഴയ വഴികളെ ചോദിച്ചിട്ട് ആ ശരിയായ വഴികളിൽ നീ നടക്കാൻ. The phrase ancient paths does not mean outdated ideas or old lifestyles. ഈ പഴയ പാത എന്ന് പറഞ്ഞാൽ കാലഹരണം ചെയ്യപ്പെട്ടു പോയ പഴയ ജീവിത രീതിയെ കുറിച്ചല്ല പറയുന്നത്. നിന്റെ പഴയ ജീവിത ശൈലിയെ കുറിച്ചല്ല പറയുന്നത്. പഴയ പാതകൾ എന്ന് പറഞ്ഞാൽ, പഴയ പാതകൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ടൈംലെസ് വേസ് ഓഫ് ഗോഡ്. ഇത് മനസ്സിലാക്കുന്നത്, ഈ പഴയ പാതകൾ എന്ന് പറഞ്ഞാൽ ദൈവം ആദ്യമേ സൃഷ്ടിച്ച് ഒരു മനുഷ്യൻ നടക്കുവാൻ തക്കവണ്ണം, ഒരു ദൈവപൈതൽ നടക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി പ്രിപ്പയർ ചെയ്ത് ക്രമീകരിച്ച വഴിയെയാണ് പഴയ പാത എന്ന് പറയുന്നത്. ആദ്യം മുതലുള്ള പാത, ദൈവം സൃഷ്ടിച്ച പാത, ദൈവം ഓർഡൈൻ ചെയ്ത പാത, ദൈവം ഒരുക്കിയ പാത, ദൈവം കൽപ്പിച്ച പാത, അതാ പഴയ പാത. അനേകം ഭക്തന്മാർ നടന്ന് ലക്ഷ്യസ്ഥാനത്തിലെത്തിയ പാത. ഇത് നോക്കിക്കേ, നമുക്ക് മരണത്തെ ഭയമാണ്, എന്നാൽ മരണത്തെ ഭയപ്പെടാത്ത ചില ഭക്തകൾ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് നോക്കിയാൽ അവരുടെ മരണത്തെ ചിരിച്ചുകൊണ്ടാണ് അവർ നേരിട്ടത്. അവർക്ക് ഭയമില്ലായിരുന്നു. 85-ാമത്തെ വയസ്സിലും മരിക്കാൻ അവർക്ക് ഭയമില്ല, 20-ാമത്തെ വയസ്സിലും മരിക്കാൻ അവർക്ക് ഭയമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓട്ടം തികയ്ക്കുക, അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. എത്രയും പെട്ടെന്ന് തങ്ങളുടെ വഴി തീർക്കുക, തങ്ങളുടെ ജോലി തീർക്കുക, തങ്ങളെ വിളിച്ചിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് എത്തുക, അതാണ് പഴയ പാത, ദൈവം ഒരുക്കി വെച്ച പാത. These are the paths God established long ago through His covenant, His commandments and His truth. അതെ, കർത്താവ് തന്റെ കൽപ്പനകളിലൂടെ, തന്റെ പ്രമാണങ്ങളിലൂടെ, തന്റെ വചനത്തിലൂടെ ലോകത്തിന് കാണിച്ചു തന്ന, മനുഷ്യർക്ക് കാണിച്ചു തന്ന, തന്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത പാതയാണ് പഴയ പാത. ആ പാത നീ അന്വേഷിക്കണമെന്ന് ഇവിടെ പറയുന്നത്. നാൽക്കവലകളിൽ എത്തുമ്പോൾ, ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും തീരുമാനങ്ങളിലേക്ക് വരുമ്പോൾ ആ പാതയെ അന്വേഷിച്ച് അതിലൂടെ നടക്കണമെന്ന്, കൂടെയുള്ളവരെ ആ പാതയിലൂടെ നടത്തണമെന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരുപാട് ഭക്തന്മാർ ആ വഴി നടന്നവർക്ക് ആർക്കും റിഗ്രറ്റ് ഇല്ലായിരുന്നു ജീവിതത്തിൽ കേട്ടോ.
ഭക്തനായ പൗലോസ് പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്കൊരു റിഗ്രറ്റും ഇല്ലെന്നാ, ഞാൻ എൻ്റെ ഓട്ടം ഓടി, ഞാൻ തികച്ചെന്നാ പറയുന്നത് അല്ലേ, വിശ്വാസം കാത്തുന്ന, ഇനി എന്തുവാ, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നാ. പ്രൈസ് ദി ലോർഡ്. എന്തൊരു പ്രത്യാശയത് ആ ഓട്ടത്തിന്റെ അവസാനം. കാരണം എന്തെന്നറിയാമോ? തന്റെ ഓരോ ദിവസവും താൻ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തുവാൻ തയ്യാറല്ല. താൻ ലക്ഷ്യത്തിലെത്തുവാൻ വേണം ഓരോ തീരുമാനങ്ങളുടെ മധ്യത്തിൽ, ഓരോ ദിവസങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് താൻ ശരിയായ വഴിയിലൂടെ മാത്രം യാത്ര ചെയ്തു. അതുകൊണ്ട് താൻ പറയുക, ഞാൻ എൻ്റെ ഓട്ടം ഓടിത്തികച്ചു അല്ലേ, നല്ല പോർപ്പൊരുതിയെന്ന്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ അവസാന സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു റിഗ്രറ്റ്, ഒരു പശ്ചാത്താപം ഉണ്ടാകുവാൻ നമ്മുടെ ജീവിതത്തിന് ഇടയാവരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ പഴയ പാതകളെ ചോദിച്ച് അന്വേഷിച്ച് അതിലൂടെ നടക്കണം. The world constantly tells us that newer is better. ഈ ലോകം എപ്പോഴും പറയുന്നത് എന്തെന്നറിയാമോ? ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാ ബെസ്റ്റ് എന്ന്. ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ, ഇപ്പൊ വന്ന ലേറ്റസ്റ്റ് ആണ് ബെസ്റ്റ്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് അറിയാമോ? നമ്മളെല്ലാവരും ലേറ്റസ്റ്റിന്റെ പുറകെയാണ്. ഓൾഡ് നമുക്ക് വേണ്ട, നമുക്ക് ലേറ്റസ്റ്റ് വേണം. അത് ഫോൺ ആയിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും സീരീസ് ആയിക്കൊള്ളട്ടെ, അതിന് ലേറ്റസ്റ്റ് നമുക്ക് വാങ്ങിക്കണം. അതിന് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കും ഇല്ലേ? കാരണം നമ്മൾ വിചാരിക്കുന്നത് ലേറ്റസ്റ്റ് ഈസ് ദ ബെസ്റ്റ്. ന്യൂ ഫിലോസഫീസ്, ന്യൂ മോറൽ സ്റ്റാൻഡേർഡ്സ്, ന്യൂ ഡെഫിനിഷൻസ് ഓഫ് ട്രൂത്ത്. ഇന്ന് അതുകൊണ്ടല്ലേ എല്ലാത്തിനും ന്യായീകരണങ്ങളുണ്ട്. ഇന്ന് എല്ലാത്തിനും, ദൈവവചനത്തിന് പോലും ഇന്ന് ന്യായീകരണം മനുഷ്യൻ കൊണ്ടുവന്നിരിക്കുക അല്ലേ. ഇങ്ങനെ ആയാലും മതി, പഴയ പാതകളിലേക്ക് കടന്നു പോകുവാൻ കഴിയുന്നില്ല. ഓർക്കണമേ, ദൈവം തന്ന പഴയ പാതയാണ് ദൈവം കാണിച്ച ലക്ഷ്യത്തിലെത്തുന്നത്. കാരണം എന്നറിയാമോ? ദൈവം മാറിയിട്ടില്ല. വരുവാനുള്ള കർത്താവിൻ്റെ വരവിനെയും ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞേ ഉള്ളെങ്കിൽ തന്നെയും അത്രയും വർഷം നിലനിൽക്കുവാൻ ഒരു മാറ്റവുമില്ലാത്ത വചനം ദൈവം തന്നിരിക്കും. ഈ വചനം മാറ്റാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഇതിന് പുതിയ ഇന്റർപ്രിറ്റേഷൻസ് കൊടുക്കുവാൻ ആർക്കും പറ്റത്തില്ല. എന്നാൽ ദോഷനായ മനുഷ്യൻ ഇതിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഒരു വചനമെടുത്തിട്ട് അതിനെ വ്യാഖ്യാനം ചെയ്യുക. ഇന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്തെന്നറിയാമോ? ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, ഐ ടേക്ക് ദ ലോവസ്റ്റ് ഇൻ ദിസ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് നഷ്ടം വരുന്ന തീരുമാനമാണെങ്കിൽ ദാറ്റ് ഈസ് ദ വേ ഓഫ് ഗോഡ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് എപ്പോഴും. ഞാൻ അങ്ങനെ, എനിക്ക് ലാഭം വരുന്നതാണ് ഞാൻ തീരുമാനിക്കുന്നതെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് ദെയർ. കാരണം ഈ ലോകത്തിൽ നഷ്ടം വരുന്ന വ്യക്തിക്ക് ആത്മീയതയിൽ ലാഭം വരത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഒക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്ക് നഷ്ടങ്ങളൊന്നും വരരുത്, നമുക്ക് കുറവുകൾ വരരുത്, നമ്മൾ താണു പോകരുത്, നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടരുത്, നമ്മുടെ സ്ഥാനമാനങ്ങൾ കുറഞ്ഞു പോകരുത്, നമ്മുടെ ധനം കുറയരുത്, നമ്മുടെ സൗന്ദര്യം കുറയരുത്, നമ്മുടെ ആരോഗ്യം കുറയരുത്. ആ രീതിയിൽ ദൈവവചനം എവിടെങ്കിലും വ്യാഖ്യാനിച്ച് കാണുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വി റിസീവ് ദാറ്റ്. ദൈവവചനം അനുസരിച്ച് നമുക്ക് കുറവുകളും വന്നിട്ടില്ല. My brothers, my sisters, world teaches the newer is the best. പക്ഷെ കർത്താവ് പറയുന്നു, seek the old path and walk in that. Hallelujah. പുതിയ ടെക്നോളജി, പുതിയ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെ ആ ഏൻഷ്യൻറ്റ് ട്രൂത്ത്സിനെ പുഷ് ബാക്ക് ചെയ്യുക. The new technology, the new teachings, the new lifestyles, the new worship styles, the new praise and worship sessions, this all trying to push back the old truths. But remember, God's word never become old. Even if another 500 years pass, this word will be the same. അതിലൂടെ നടക്കാൻ കുറച്ച് പേരെ എപ്പോഴും ഉണ്ടാകും. പുതുമയെ അന്വേഷിക്കാത്ത ഒരു ജനം ഈ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. കാരണം പഴയ പാതകളിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് അവർ. ഹല്ലേലൂയ. മറന്നു പോകരുത് സഹോദര സഹോദരി, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്രമാത്രം നമ്മെ സ്നേഹിച്ചു. വാഴ്ത്തപ്പെട്ട കർത്താവ് എത്രമാത്രം നമ്മെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ അവിടുന്ന് തന്നു നമുക്ക് വേണ്ടി മരിക്കുവാൻ. കാൽവറി ക്രൂശിൽ മരിക്കുവാൻ താൻ തന്നെ ഇറങ്ങി വന്നു ഭൂമിയിൽ. താൻ നമുക്ക് വേണ്ടി ഒരു വഴി കാണിച്ചു തന്നു. That is the old path. A path which was shown to us 2000 plus years ago. That can never change. That is the only path where we can walk. And that is the only path which would take us to the place where the Lord is sitting.
യേശു കർത്താവ് ഇരിക്കുന്നിടത്ത് എത്തണമെന്നുണ്ടെങ്കിൽ യേശു നടന്ന പഴയ പാതയിലൂടെ നമ്മൾ നടക്കണം. അപ്പോസ്തലന്മാർ നടന്ന പഴയ പാതയിലൂടെ നടക്കണം. ഈ നൂറ്റാണ്ടുകളിലൊക്കെ നോക്കിയാൽ ചുരുക്കം ചില ഭക്തന്മാർ ലോകത്തിന്റെ അവിടെയും ഇവിടെയും ഉള്ളിടത്ത് അവരാ പാതയിലൂടെ മാത്രം നടന്നു. അവരാരും ദൈവവചനത്തെ മാറ്റി വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചില്ല. അവരവരുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെയും സ്വർഗത്തിനു വേണ്ടി ലാഭമായി എണ്ണി അവർ നടന്നു. അത് പ്രസംഗിക്കാനാണ് എന്നെ വിളിച്ചത്. അത് പ്രസംഗിക്കാനാണ് നിങ്ങളെ വിളിച്ചത്. അങ്ങനെ ജീവിക്കാനാണ് നമ്മളെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. വാട്ട് ഈസ് ദി ഏൻഷ്യന്റ് പാത്ത്? എന്താണ് ഈ പഴയ വഴി എന്ന് പറഞ്ഞാൽ? ഒബീഡിയൻസ് ടു ഗോഡ്, ദൈവത്തോടുള്ള അനുസരണ, റെവറൻസ് ഫോർ ഹിസ് വേർഡ്, അവിടുത്തെ വചനത്തോടുള്ള ബഹുമാനം, ഹ്യൂമിലിറ്റി ബിഫോർ ഹിം, കർത്താവിന്റെ സന്നിധിയിലുള്ള താഴ്മ, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ എവരിഡേ ലൈഫ്, ഓരോ ദിവസ ജീവിതത്തിലുമുള്ള വിശ്വസ്തത. അതാ പഴയ പാത. അതല്ലേ ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതല്ലേ അപ്പോസ്തലന്മാർ കാണിച്ചു തന്ന ജീവിതം? അനുദിനം ദൈവത്തിന്റെ സന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കുക, വിശ്വസ്തയോടെ ജീവിക്കുക, ദൈവവചനത്തെ ബഹുമാനിക്കുക, താഴ്മയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സമർപ്പിച്ച് ജീവിക്കുന്ന ജീവിതം ജീവിക്കുക, ദൈവസന്നിധിയിൽ അനുസരണയോടെ കടന്നു പോകുക. അതാണ് പഴയ പാത. God is saying, if you want to know the right way, don't invent a new one. നിനക്ക് ശരിയായ പാത അറിയണോ? പുതിയൊരു പാത ഉണ്ടാക്കാൻ നീ ശ്രമിക്കരുത്. നിനക്ക് ശരിയായ പാത ഏതെന്ന് അറിയണോ? നിനക്കറിയണോ? Do you want to know the ancient path? Do you want to know the ancient way? Don't invent a new one. Don't invent a new one. Return to the one I have already given. ഞാൻ നിനക്ക് കാണിച്ചു തന്ന പാത നീ എടുക്കാതാണ് പഴയ പാത. ഹല്ലേലൂയ. ദൈവവചനത്തിൽ വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. Eternal truths would never change. That shows the character of God. കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ ആ വഴി മാത്രമേ ഉള്ളൂ. That is the second point I wanted to talk about. ഇതാ രണ്ടാമത്തെ പോയിന്റ് എനിക്ക് ഭാഗത്തുനിന്ന് സംസാരിക്കാനുള്ളത്. മൂന്നാമത്തേത്, walking in God's ways brings rest for the soul. Walking in God's ways brings rest for our soul. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വഴിയിലൂടെ നമ്മൾ നടന്നാൽ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചതിൽ നടക്കുവിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഹല്ലേലൂയ. എന്നാൽ you shall find rest for your souls. ഇന്ന് മനുഷ്യന് ഇല്ലാത്തത് എന്താണെന്നറിയാമോ? സ്വസ്ഥത. ദൈവമക്കൾക്ക് ഇല്ലാത്തത് എന്താണെന്നറിയാമോ? സ്വസ്ഥത. പ്രീച്ചേഴ്സിന് ഇല്ലാത്തത് എന്താണെന്നറിയാമോ? സ്വസ്ഥതയില്ല, സമാധാനമില്ല. മറ്റുള്ളവർക്കെല്ലാം സമാധാനം വാഗ്ദത്തം ചെയ്തു കൊടുക്കുന്ന നമ്മളിൽ പലർക്കും ഇന്ന് സമാധാനമില്ല. കർത്താവ് പറയാ, നീ പഴയ പാതയിൽ നടക്കാൻ തുടങ്ങിയാൽ നിനക്ക് സമാധാനമുണ്ട്. ദൈവം കാണിച്ചു തന്ന വഴിയിൽ നടക്കാൻ തുടങ്ങിയാൽ നിനക്ക് സമാധാനമുണ്ട്. നീ ആഡ് ഓൺ ചെയ്തിരിക്കുന്ന പലതും ഉണ്ടല്ലോ. ഈ നോട്ടത്തിന്റെ നടുവിൽ, ഈ നടപ്പിന്റെ നടുവിൽ വഴിതെറ്റി കുറുക്കൊക്കെ ചാടി ചാടി നടന്ന് പലതും ക്രമീകരിച്ചു വെച്ചല്ലോ, പലരിൽ നിന്നും പലതും പിടിച്ചു വെച്ചല്ലോ. ഇതൊക്കെ വിട്ട് നീ പഴയ പാതയിലേക്കൊന്ന് പോയാൽ നിനക്ക് സ്വസ്ഥത കിട്ടുമെന്ന്. ഒരു കാലത്ത് നമുക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നല്ലോ. ഒന്നുമില്ലാതിരുന്ന സമയത്ത് സ്വസ്ഥതയില്ലായിരുന്നു. ഇത്രയും ബൈബിൾ നോളജ് ഒന്നും ഇല്ലായിരുന്നു. ഇത്രയും വലിയ സഭയൊന്നുമല്ലായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആരുമില്ലാതിരുന്ന സമയത്ത് ഏകരായി നടന്നപ്പോൾ ഇത്രയും വലിയ ദൈവകൃപ ഒന്നുമില്ലാതിരുന്ന സമയത്ത് എന്ത് സ്വസ്ഥതയും എന്ത് സന്തോഷമായിരുന്നു നമുക്കല്ലേ. നമ്മളിൽ പലതും തുള്ളിച്ചാടിയാണ് നടന്നത്. പ്രസംഗിക്കാൻ അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, നന്നായിട്ട് പാടുവാൻ അറിയത്തില്ല, ഇതൊന്നുമില്ല. പക്ഷേ ഹൃദയത്തിനകത്ത് സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് പാടാനറിയാം, പ്രസംഗിക്കാനറിയാം, ഇവിടെ നിന്ന് മണിക്കൂറുകളോളം പ്രഭാഷണങ്ങൾ നടത്താനറിയാം, സെർമൺസ് നടത്താനറിയാം, പക്ഷേ മനുഷ്യന് സ്വസ്ഥതയില്ല. കർത്താവ് പറഞ്ഞു, നീ പഴയ പാതയിലേക്ക്, കം ടു ദി ഏൻഷ്യന്റ് പാത്ത്, യുവർ സോൾസ് വിൽ ഫൈൻഡ് റെസ്റ്റ് ആൻഡ് വാക്ക് ഇൻ ഇറ്റ് ആൻഡ് യു വിൽ ഫൈൻഡ് റെസ്റ്റ് ഫോർ യുവർ സോൾസ്. ജെറമയ 6:16. This is the most beautiful promise we can see in the scripture. ഹൃദയത്തിന് സ്വസ്ഥത തരുവാൻ ഈ ലോകത്തിൽ ഒന്നിനും കഴിയത്തില്ല. ധനത്തിന് കഴിയത്തില്ല, ലോകം തരുന്ന മാനത്തിന് കഴിയത്തില്ല, ലോകം തരുന്ന ക്രെഡൻഷ്യൽസിന്, അവാർഡുകൾക്ക് കഴിയത്തില്ല, ഇവിടെയുള്ള നേട്ടങ്ങൾക്ക് തരുവാൻ കഴിയത്തില്ല, ഒന്നിനും തരാൻ കഴിയത്തില്ല. സ്വസ്ഥത തരുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. കർത്താവിന്റെ പാതയിലൂടെ നടക്കുന്ന വ്യക്തിക്ക് മാത്രമേ സ്വസ്ഥത കിട്ടൂ. അല്ലാത്തവർക്ക് സ്വസ്ഥതയില്ല.
I can say it 100%. You will not find rest unless you start walking in the path of God. സങ്കീർത്തനം 23:1 പറയുന്നത്, The Lord is my shepherd. I don't want anything else. I have what I need. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. The Lord is my shepherd. I have what I need. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് വേണ്ടതെല്ലാം എനിക്കുണ്ട്. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. അമേസിങ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ യഹോവ എൻ്റെ ഇടയനാകുന്നു, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്ടിൻകൂട്ടത്തെ നയിക്കുന്നവൻ അതിൻ്റെ ഇടയനാണ്. അപ്പോൾ ഒരാട് പറയുക എന്ന് വെച്ചോ, എൻ്റെ ഇടയിൽ എന്ത് പറയുന്നുവോ ഞാൻ അതേ ചെയ്യത്തുള്ളൂ, എൻ്റെ ഇടയൻ കൊണ്ടുപോകുന്ന വഴിയിലേ ഞാൻ പോകത്തുള്ളൂ, എൻ്റെ ഇടയൻ പറയുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ആടിന് വ്യക്തമായിട്ട് പറയാൻ പറ്റും, ഐ ഹാവ് വാട്ട് ഐ നീഡ്. ഒരു ഇടയനും തൻ്റെ ആടിനെ പട്ടിണി കിടന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇടയൻ ചെന്നായ്ക്കൾ വരുന്ന കാണുമ്പോൾ തൻ്റെ ജീവനെ പോലും മറന്ന ആടുകളെ രക്ഷിക്കുമെന്നാണ്. പക്ഷെ ഹയർലിങ്ങോ, വേലക്കാരനോ, അവൻ അതിനെ വിട്ടിട്ട് ഓടിപ്പോകുന്ന. കാരണം ചെന്നായി തന്നെ കടിക്കാതിരിക്കാൻ വേണ്ടി ആടുകളെ വിട്ടിട്ട് ഓടിപ്പോകും. കാരണം എന്താ? അവൻ കൂലിക്കാരനാണ്. ഹീസ് എ ഹയർലിംഗ്. ബട്ട് എ റിയൽ ഷെപ്പേർഡ് വിൽ സാക്രിഫൈസ് ഹിസ് ലൈഫ് ഫോർ ഹിസ് ഷീപ്പ്. ഒരു നല്ല ഇടയൻ തൻ്റെ ജീവനെ തൻ്റെ ആടുകൾക്ക് വേണ്ടി കൊടുക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയൻ. കർത്താവ് അത് ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹിയർ ഹിസ് വോയിസ്. ഒരാട് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുസരിക്കണം. ആ പോകുന്ന വഴിക്ക് ചിലപ്പോൾ കല്ലുണ്ടാകും, മുള്ളുണ്ടാകും. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ ആടേ, ഒരു കാര്യം ഓർക്കണമേ ഷീപ്പേ, നീ പോകുന്നതിന് മുമ്പ് നിന്റെ ഇടയൻ അതിൻ്റെ മുകളിലൂടെ പോയതാ. എന്നിട്ട് ഇടയൻ അപ്പുറത്ത് നിന്നെ വിളിക്കുന്നത്, വാ. അതുകൊണ്ടാണ് നമുക്ക് റെസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, The Lord is my shepherd and I have what I need. എനിക്ക് ആവശ്യമുള്ളത് എനിക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുന്നു, John 14:1, Don't let your heart be troubled. Believe in God, believe also in me. കർത്താവ് പറഞ്ഞെന്തോന്നറിയാമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇതൊരു ഫാന്റാസ്റ്റിക് പ്രോമിസ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൈൻ സീസണുകളിൽ, ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നല്ല പറഞ്ഞത്. ഒരിക്കലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാ നിന്റെ പിതാവ്, അവനാണ് നിന്റെ കർത്താവ്. നിന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യുവാൻ, പരിഹരിപ്പാൻ ഒക്കെ അവിടുത്തെ കഴിയത്തില്ലേ? കർത്താവ് പറയും, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അതാ കർത്താവ് പറഞ്ഞത്. നമ്മുടെ ഹൃദയം കലങ്ങരുത്. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് ഉറപ്പില്ല നമ്മൾ ആരുടെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം കർത്താവിനെ കാണാൻ പറ്റുന്നില്ല. ഒരാട്ടിൻകുട്ടി കിടന്ന് കരയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരാട് കിടന്ന് കരയുന്നത് എപ്പോഴാണെന്ന് പറയുമോ? ഇടയനെ കാണാതെ വരുമ്പോഴാണ്. ഇടയനെ കണ്ടുകൊണ്ട് എപ്പോഴും ഇടയന്റെ പിന്നാലെ പോകുന്ന ഒരു വ്യക്തി, ഒരാട്, അല്ലെങ്കിൽ ആ ഇടയന്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്ന ആ ആടിനെ കരയേണ്ട യാതൊരു കാര്യവുമില്ല. തൊട്ടു മുമ്പിൽ ഇടയനുണ്ട്. കർത്താവ് പറയുന്നു, ലുക്ക് ഓൺ ടു ദി ഏൻഷ്യന്റ് പാത്ത് ആൻഡ് ഫോളോ ത്രൂ ഇറ്റ്. പഴയ പാതകളെ നോക്കി അതിൽ നടക്കുവേൻ. പഴയ പാത കർത്താവ് കാണിച്ചു തന്ന പാതയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നതിന്, കം ടു മീ ഓൾ യു ഹു ആർ weary and burdened and I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആരുണ്ട്? സ്വസ്ഥതയില്ലാത്തവരാരുണ്ട്? കടന്നാൽ ഉറക്കം വരാത്തവരാരുണ്ട്? ഭയം ബാധിച്ചിരിക്കുന്നവരാരുണ്ട്? സമാധാനമില്ലാത്തവരാരുണ്ട്? യേശു വിളിക്കുന്നു, എൻ്റെ അടുക്കൽ വാ, കം ടു മീ and have a relationship with me. Hear my voice and follow me. You will find rest for your souls. നിന്റെ ഹൃദയത്തിന് സ്വസ്ഥത കിട്ടും. വർഷങ്ങൾക്ക് മുമ്പ് ഈ ശബ്ദം കേട്ട് കർത്താവിൻ്റെ പിന്നാലെ വന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഹൃദയത്തിന് അന്ന് മുതൽ ഇന്ന് വരെയും സ്വസ്ഥതയുണ്ട്. എൻ്റെ ചുറ്റും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലെന്നുള്ളതല്ല, ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് കിട്ടിയെന്നുള്ളതല്ല. എൻ്റെ വിക്കറ്റ് മൈൻഡ്, എൻ്റെ ദുഷ്ടമനസ്സ് പലതും ഈ ലോകത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതൊന്നും എനിക്ക് കിട്ടാതെ വന്നേക്കാം. പക്ഷേ എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ട്.
കാരണം ഞാൻ എൻ്റെ ഇടയൻ്റെ വാക്കുകൾ കേട്ടവൻ്റെ പിന്നാലെ പോകുന്നു. എന്നെ ഏൽപ്പിച്ച ജനത്തെ ആ വഴിയിലൂടെ നടത്തുവാനായിട്ട് വിശ്വസ്തയോടെ ശ്രമിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇറ്റ് ഈസ് യുവർ ചോയ്സ് whether to listen, obey and follow or not. Hallelujah. Find rest in Jesus. No matter what your problems are, no matter how long you have these problems and you are carrying it, no matter you think you have come to the end of the tunnel, trust in Jesus, He will give you rest. എന്ത് പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, എത്ര കാലം കൊണ്ട് നീ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിതം എൻഡ് ഓഫ് ദ ടണലിൽ, ജീവിതം അവസാനം എത്തിപ്പോയി എന്ന് നിനക്ക് തോന്നലായിക്കൊള്ളട്ടെ, ഇന്നത്തെ രാത്രി കർത്താവിൽ നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞാൽ, ഇനി അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പിന്നാലെ പോകുമെന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ, ഐ ടെൽ യു, നിന്റെ ആത്മാവിന് ആശ്വാസം കിട്ടും. ഈ നിമിഷം തന്നെ യുവർ സോൾ വിൽ ഫൈൻഡ് റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇന്ന് എക്സോസ്റ്റഡ് പീപ്പിൾ അല്ല ചുറ്റുപാടുമുള്ളത്, അല്ലേ? പീപ്പിൾ ആർ ടയേർഡ് ഇമോഷണലി, മെന്റലി ആൻഡ് സ്പിരിച്വലി. ഇന്ന് ചുറ്റുപാട് നോക്ക്, എല്ലാവരും ടയേർഡാണ്, എല്ലാവരും ടയേർഡാണ്. മുമ്പേ പറഞ്ഞ പോലെ പ്രീച്ചേഴ്സും ലിസണേഴ്സും ഒരുപോലെ ടയേർഡാ. പ്രസംഗിക്കുന്നവനും ടയേർഡാ, കേൾക്കുന്നവനും ടയേർഡാ, ക്ഷീണിച്ചിരിക്കുക. അവരെ റെസ്റ്റ് കിട്ടാൻ വേണ്ടി എന്താ നോക്കുന്നതെന്ന് അറിയാമോ? They look into their success, they look into entertainments, they look into their wealth, relationships and achievements. ഹൃദയത്തിന് സ്വസ്ഥതയും സമാധാനം കിട്ടാൻ വേണ്ടി അവർ നോക്കുന്ന അവരുടെ നേട്ടങ്ങളിലേക്കാണ്, അവരുടെ ബന്ധങ്ങളിലേക്കാണ്, എൻ്റർടൈൻമെൻറ്റ്സിലേക്കാണ്. എന്ന് പറഞ്ഞാൽ എന്തോന്നറിയാമോ? കലാപരിപാടികളിലേക്ക്. അതല്ലേ ഇന്ന് ചർച്ചകളിലേക്ക് നോക്കിയാൽ കലാപരിപാടികൾ ആ ചർച്ചയിൽ കൂടുതലും. എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നവർക്ക് ബോറടിക്കരുത്. ഉപവാസമൊക്കെ കുറഞ്ഞു വരിക. ഇപ്പൊ ഉപവാസത്തിന്റെ ഇടയ്ക്കും കലാപരിപാടികൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണുനീരില്ല. നിന്റെ സഭയ്ക്കകത്ത് ഉണർവ് വരണമെങ്കിൽ അവിടെ കലാപരിപാടികളും കംഫർട്ടുമല്ല വരേണ്ടത്. അവിടെ കഷ്ടതയുടെ മധ്യത്തിൽ നിലവിളിക്കുന്ന ഒരു ജനമുണ്ടാവണം. ആ സഭയുടെ മധ്യത്തിൽ കണ്ണുനീരൊഴുകിയാൽ ഉണർവ് അവിടെ വരും. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ ഉണർവ് വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ദൈവജനത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ പിന്നിൽ കാലാകാലങ്ങളായി കണ്ണുനീരൊഴുക്കുന്ന ഒരു ജനമുണ്ട്, അല്ലെങ്കിൽ ചില വ്യക്തികളുണ്ട്. അവരെ ലോകം കണ്ടിട്ടില്ല, ലോകം കാണുന്നത് ഉണർവ് മാത്രമാണ്. There is no substitute, there is no shortcut. ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കണം. നമ്മുടെ പാപങ്ങളെ ഓർത്ത്, ദേശത്തിന്റെ പാപങ്ങളെ ഓർത്ത് നാം കണ്ണുനീരൊഴുക്കണം. ഈ ലോകത്തിലുള്ള നേട്ടങ്ങളിലാണ് നമുക്ക് സ്വസ്ഥത കണ്ടെത്തുന്നതെങ്കിൽ സ്വസ്ഥത നമുക്ക് കിട്ടത്തില്ല. ഈ ദേശത്ത് വന്നിട്ട് ഞാൻ എന്തെല്ലാം നേടി, ഇതൊക്കെ എൻ്റെ നേട്ടങ്ങളല്ലേ എന്ന് നീ നോക്കിക്കൊണ്ടിരുന്നാൽ, നീ കണ്ണു തുറന്നിരിക്കുമ്പോൾ തന്നെ നിന്റെ നേട്ടങ്ങൾ നിന്റെ മുമ്പിൽ അപ്രത്യക്ഷമാവുന്ന നീ ഒരു ദിവസം കാണും. നിന്റെ ബന്ധങ്ങളിൽ നോക്കിയാണ് നീ റെസ്റ്റ് എടുക്കാൻ, അല്ലെങ്കിൽ സ്വസ്ഥതയെ അല്ല, എൻ്റെ മക്കളൊക്കെ ഇപ്പൊ നല്ല നിലയിലായല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളുണ്ടാകുമല്ലോ എന്ന് നീ പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും ഒരു പക്ഷേ മക്കൾ തിരിഞ്ഞു നോക്കിയെന്നിരിക്കത്തില്ല. അതല്ലേ ചുറ്റുപാടും ഇന്ന് പലരുടെയും ജീവിതത്തിൽ കാണുന്നത്. ബന്ധങ്ങളിൽ നമുക്ക് ആശ്വാസം കിട്ടത്തില്ല. ഭാര്യയും ഭർത്താവ് വിചാരിക്കും, ഏതായാലും എൻ്റെ ഭർത്താവ് കൂടെ ഉണ്ടല്ലോ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നോക്കിക്കോളും. പക്ഷെ പുള്ളിക്കാരനായിരിക്കും ആദ്യം പോകുന്നത് ഈ ലോകത്ത്. നമുക്കറിയാനൊക്കത്തില്ല സഹോദരങ്ങളെ. ഞാൻ ആരെയും പേടിപ്പിക്കുകയല്ല. ഐ എം ടെല്ലിങ് യു ദ റിയാലിറ്റി. കർത്താവ് മാത്രമേ നിന്റെ കൂടെ ഉണ്ടാവൂ. നിന്റെ മക്കൾ നിന്റെ കൂടെ ഉണ്ടാവത്തില്ല, നിന്റെ ഭർത്താവ് കൂടെ ഉണ്ടാവത്തില്ല, നിന്റെ ഭാര്യ കൂടെ ഉണ്ടാവത്തില്ല, നിന്റെ നേട്ടങ്ങൾ കൂടെ ഉണ്ടാവത്തില്ല, ഈ ലോകം നിന്റെ കൂടെ ഉണ്ടാവത്തില്ല. നിന്റെ കർത്താവ് മാത്രമേ നിന്റെ കൂടെ ഉണ്ടാവൂ. അവനെ പ്രസാദിപ്പിച്ച് അവൻ്റെ വഴികളിൽ നടക്കുന്നുവെങ്കിൽ നിന്റെ ആത്മാവിന് സ്വസ്ഥത കിട്ടും. ഹല്ലേലൂയ. ഈ റെസ്റ്റ് ഓഫ് ഗോഡ് ഓഫേഴ്സ് ഇസ് ഡീപ്പർ ദാൻ ദ ഫിസിക്കൽ റെസ്റ്റ്. കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ ആത്മാക്കൾക്ക് ആശ്വാസം, നിന്റെ ആത്മാവിന് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ ആശ്വാസത്തെക്കാൾ ഡീപ്പറായിട്ടുള്ള ആഴമേറിയ മറ്റൊരാശ്വാസത്തെ കൂടിയാണ് കർത്താവ് പറയുന്നത്. നമുക്കൊക്കെ ഭൗതികമായ ആശ്വാസം, രോഗം മാറണം, ക്ഷീണം മാറണം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, കുഞ്ഞുങ്ങളൊരു നിലയിലെത്തണം, കടഭാരങ്ങൾ മാറണം, ഇതൊക്കെയാണ് നമ്മുടെ ആശ്വാസം. പക്ഷേ കർത്താവ് പറഞ്ഞു നിന്റെ ആത്മാവിന് ആശ്വാസം കിട്ടുമെന്ന് പറയുന്നത് ആഴമേറിയ മറ്റു ചില ആശ്വാസങ്ങളെ കുറിച്ചുകൂടെ കർത്താവ് പറയുന്നത്. ഒന്ന്, പീസ് വിത്ത് ഗോഡ്, ദൈവത്തോടു കൂടെയുള്ള സമാധാനം. ഏത് സമയത്തും സ്വസ്ഥതയോടെ. ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിനോട് കൂടെ ഞാനുണ്ട്.
എന്റെ സാഹചര്യത്തിന്റെ കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്തെന്നറിയാമോ? അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Even if I walk through the valley of the shadow of death, I shall not be afraid. അതാ സ്വസ്ഥത, അതാ ആശ്വാസം. പീസ് വിത്ത് ഗാഡ്, ദൈവത്തോടു കൂടിയുള്ള സമാധാനം. ഫ്രീഡം ഫ്രം ഗിൽറ്റ് എന്ന് പറഞ്ഞ കുറ്റബോധത്തിൽ നിന്നുള്ള വിടുതല്. ഒരു കുറ്റബോധവും എനിക്കില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അറിവില്ലായ്മയുടെ സമയത്ത് ഞാൻ ചെയ്തതൊക്കെയും എന്റെ കർത്താവ് എന്നോട് ക്ഷമിച്ചു. I am a brand new person today, as if I have never sinned. കർത്താവിന്റെ പാപങ്ങളെ ക്ഷമിച്ചു, എന്റെ അകൃത്യങ്ങളെ അവിടുന്ന് മോചിച്ചു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി അവിടുന്ന് മുറിവേറ്റന്റെ ശാപങ്ങളൊക്കെയും തന്റെ ശിരസിൽ വഹിച്ചു. എന്നെ അവിടുന്ന് സ്വതന്ത്രനാക്കി. ഇതാ നമ്മുടെ ആത്മാവിന് ആശ്വാസം കിട്ടുന്നത്. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടത്തില്ല. ഹല്ലേലൂയ. അഷ്വറൻസ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ജീവിക്കുന്നത് പണ്ടത്തെ കൂട്ട് ലക്ഷ്യമില്ലാത്ത ഒരു മനുഷ്യനെ പോലല്ല. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ലക്ഷ്യത്തോടു കൂടി. എനിക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഒരു ജനത്തെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കണം, ഒരു ജനത്തെ നീതിയുടെ മാർഗത്തിലൂടെ നയിക്കണം. എനിക്ക് ലഭിച്ച സന്തോഷം, എനിക്ക് ലഭിച്ച സമാധാനം എന്റെ ചുറ്റുപാടുമുള്ളവർ അനുഭവിക്കണം. ദാറ്റ് ഈസ് വാട്ട് മൈ പർപ്പസ് ഐ എം കോൾഡ് ഫോർ. ആ പർപ്പസ് കിട്ടുമ്പോഴാണ് എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥത കിട്ടുന്നത്. ഇതൊക്കെയാണോ സഹോദരങ്ങളെ നമ്മൾ സ്വസ്ഥതയെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുന്നത്? Hope for the future, not only in this world but in the world to come. Hope for the future, ഭാവിയെക്കുറിച്ചുള്ള ഒരു ശുഭാപ്തി വിശ്വാസം. ഈ ലോകത്തിലുള്ള ഭാവിയല്ല, ഈ ലോകം കഴിഞ്ഞുള്ള ഭാവി. അതൊക്കെ ചിന്തിക്കുമ്പോഴല്ലേ നമുക്ക് സ്വസ്ഥത കിട്ടുന്നത്. അതോ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ജോലി കിട്ടിയപ്പോൾ സ്വസ്ഥത കിട്ടി, 2 ദിവസം ജോലി ചെയ്തപ്പോൾ ഉള്ള സ്വസ്ഥത പോയി, അതാണോ? മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ സ്വസ്ഥത കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് എന്ത് പാടുപെട്ടാ രാവിലെ എഴുന്നേൽപ്പിച്ച്. അപ്പോൾ നമ്മുടെ എല്ലാം ചിന്ത എന്താണെന്നറിയാമോ? എൻ്റെ കുഞ്ഞിൻ്റെ സ്കൂൾ ഈ വർഷം കഴിയും അല്ലേ, ഈ വർഷം 12th കഴിയുമല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ. 12th ഒന്ന് കഴിയട്ടെ, ടീനേജറൊന്നാകട്ടെ, നിൻ്റെ പ്രശ്നം 10 ഇരട്ടി കൂടാൻ പോവാ. കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോൾ ടെൻഷൻ തീരുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കല്യാണം കഴിപ്പിച്ച് കഴിയുമ്പോൾ കാരണം കൊച്ചുമക്കളെ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും, ഇവരെ നോക്കിക്കോണം, ഞങ്ങൾ ഒരു പരിപാടിക്ക് വേണ്ടി പോകാമെന്ന് പറയും. എന്നാ നമ്മുടെ സ്വസ്ഥത മാറുന്നത്? എന്നാ നമുക്ക് സ്വസ്ഥത കിട്ടുന്നത്? ഈ ലോകത്തിൻ്റെ സ്വസ്ഥത അതൊക്കെ ഉള്ളൂ. കർത്താവിനുള്ള സ്വസ്ഥത, ഏത് സമയത്തും ദൈവസന്നിധിയിലുള്ള സമാധാനം, ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പ്. ഹല്ലേലൂയ. ഒരു കുറ്റബോധവും നമുക്കില്ല. കാരണം കുറ്റങ്ങളൊക്കെയും കർത്താവ് ക്ഷമിച്ചു. ഇന്ന് അവിടുത്തെ ശബ്ദം കേട്ട് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച്, എന്നെ തന്നെ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ ചോദിച്ച്, ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കണമെങ്കിൽ അവരോട് നിരപ്പ് പ്രാപിച്ച് താഴ്മയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന എനിക്ക് പഴയ കാലത്തെക്കുറിച്ച് കുറ്റബോധമില്ല. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് സമയം പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ, പെട്ടെന്ന് തീരുന്ന 1 മണിക്കൂർ തീരുകയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഹല്ലേലൂയ. When we walk in God's ways, our souls will find peace they were created for. ദൈവത്തിൻ്റെ വഴികളിൽ ഈ പഴയ പാതയിലൂടെ നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഹൃദയത്തിൻ്റെ അകത്ത് സ്വസ്ഥത കിട്ടൂ. ഇവിടെയുള്ള 4ാമത്തെ ഭാഗം, ദ ഡേഞ്ചർ ഓഫ് ഹ്യൂമൻ റിബല്യൻ. മനുഷ്യൻ്റെ പിടിവാശി മത്സരത്തിൻ്റെ അപകടം. ഇവിടെ നോക്കിക്കേ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന ചിലരും മനസ്സിൽ പറയുന്നത് അങ്ങനെ ആകാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ചതിൽ നടക്കുവിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കുകയില്ല എന്ന് പറയുന്നു. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? ബട്ട് ദേ സെഡ് വി വിൽ നോട്ട് വാക്ക് therein. ദൈവം വഴി കാണിച്ചു തരികയാണ്, ദൈവം വഴി പറഞ്ഞു തരികയാണ്. പക്ഷെ കേൾക്കുന്നവർ പറയുന്നത് അറിയാമോ? ഞങ്ങൾക്കതിന് മനസ്സില്ല, ഞങ്ങൾക്കതിന് നടക്കാൻ പറ്റുന്നില്ല. ഏതായാലും കയ്യിലിരിക്കുന്ന ഫോൺ മാറ്റി വെച്ചിട്ടുള്ള പണി വേണ്ട അല്ലേ? ലാപ്ടോപ്പ് കാണാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? സോഷ്യൽ മീഡിയയ്ക്കകത്ത് നോക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? സഹോദര സഹോദരി, ഇതൊക്കെ നല്ലതാണ് മോഡറേറ്ററി യൂസ് ചെയ്തെങ്കിൽ, റീസണബിളായിട്ട് വൈസായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഇതൊക്കെ നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നിന്നെ തകർക്കും, നിന്നെ നശിപ്പിക്കും. അവിടെ എത്തേണ്ട നീ ഇവിടെ കിടന്ന് കറങ്ങും. അനേക കുഞ്ഞുങ്ങളുടെ ഭാവി നശിക്കുന്നത് അങ്ങനെയാണ്. അവർക്കൊക്കെ നല്ല പൊട്ടൻഷ്യലുണ്ട്, അവരൊക്കെ നല്ല നിലയിലെത്തുവാൻ തക്കവണ്ണം ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുക. പക്ഷേ അവരവരുടെ ജീവിതം വേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, because they waste their time, because they don't redeem their time wisely, they end up in tragedies. കർത്താവ് വഴി കാണിച്ചു കൊടുത്തിട്ടും, കർത്താവ് വഴി പറഞ്ഞു കൊടുത്തിട്ടും, ചിലത് ഉപേക്ഷിക്കണമെന്ന് അവരോട് പലയാവർത്തി പറഞ്ഞിട്ടും അവരത് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് മനസ്സില്ല. സ്വസ്ഥതയില്ലാതെ അലയുക. നല്ല നിലയിലെത്തേണ്ട കുഞ്ഞുങ്ങൾ, നല്ല ഭാവി ലഭിക്കേണ്ട കുഞ്ഞുങ്ങൾ
തകർന്ന് തരിപ്പണമായി നടക്കുക. But you said, we will not walk in it. Jeremiah 6:17. This is a heartbreaking part of this passage. ഈ ദൈവവചന ഭാഗത്തിലെ ഏറ്റവും ഹൃദയം നുറുക്കുന്നതാണ് ദൈവത്തോടൊരു ജനം മറുതലിക്കുക. ദൈവത്തോടൊരു ജനം പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. ഇന്ന് നമ്മൾ ദൈവത്തോട് പറയത്തില്ലായിരിക്കും മനസ്സില്ലെന്ന്, കാരണം ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ലല്ലോ. കേട്ടെങ്കിൽ പറഞ്ഞാൽ പോരെ. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അങ്ങനെ ചെയ്യുകയാണ്. നമ്മൾ ഒരു ദിവസം എടുത്തു നോക്കിയേ, മുമ്പേ പറഞ്ഞോട്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല, ദൈവസഭയിലേക്ക് പോകുവാൻ സമയമില്ല, ദൈവജനത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ സമയത്തില്ല. എല്ലാത്തിനും നമുക്ക് എക്സ്ക്യൂസസ് ആണ്, എല്ലാത്തിനും നമുക്ക് ജസ്റ്റിഫിക്കേഷൻസ് ആണ്. നമ്മുടേതായ വഴികൾ, നമ്മുടെ ഭാര്യ പറയുന്ന വഴി, നമ്മുടെ ഭർത്താവ് പറയുന്ന വഴി, നമ്മുടെ മക്കൾ പറയുന്ന വഴി, അതാ നമ്മുടെ വഴി. ദൈവം പറഞ്ഞ വഴി കേൾക്കാൻ പറ്റുന്നില്ല. God offered direction, God offered the truth, God offered the rest, but the people refused. ദൈവം വഴി കാണിച്ചു കൊടുത്തു, ദൈവശബ്ദം അവൻ പറഞ്ഞു, ദൈവസത്യത്തെ അവൻ കേട്ടു. ദൈവം പറഞ്ഞു നിങ്ങളുടെ ആത്മാക്കൾക്ക് സ്വസ്ഥത ലഭിക്കുമെന്ന്. പക്ഷേ മനുഷ്യൻ അതിനെ റിഫ്യൂസ് ചെയ്തു. The Bible is full of examples of rebellions. ദൈവവചനം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ ഈ മത്സരത്തിൻ്റെ പരിണിത ഫലങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ഞാൻ ആ ഭാഗങ്ങളൊന്നും പോകുന്നില്ല, സമയം ഒത്തിരി പോയി മുന്നോട്ട് പോകുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും പോകുന്നില്ല. ഈ പ്രപഞ്ചം തുടങ്ങിയപ്പോൾ തന്നെ ഒരു മത്സരം നടന്നല്ലേ. ഒരു ദൂതൻ ദൈവത്തിനെതിരെ നിന്ന്, പിശാചിനെ കുറിച്ച് നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിലും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നു. 2-12 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിച്ചാൽ മതി. അവൻ്റെ റിബല്യൻ നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ ആദമിൻ്റെയും ഹൗവയുടെയും ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്, അതൊരു റിബല്യൻ അല്ലേ, മത്സരമല്ലേ ദൈവത്തോട്. ഓരോ ബുക്കുകളിൽ ഈ 66 പുസ്തകങ്ങളിലേക്ക് നോക്കിക്കേ, അതിനകത്തൊക്കെയും ഒരു ചെറിയ കൂട്ടമുണ്ട് ദൈവത്തോട് മറുതലിച്ച ഒരു കൂട്ടം. പഴയ നിയമത്തിൽ നോക്കിയാൽ അതൊരു വലിയ കൂട്ടമായിരുന്നു. മത്സരിക്കുന്ന ഒരു ജനം. ഹല്ലേലൂയ. അവരുടെ മധ്യത്തിൽ കർത്താവ് ചോദിക്കുക, ഡു യു വാണ്ട് യുവർ ലൈഫ് ഇൻ ഓർഡർ? നിന്റെ ജീവിതം സ്വസ്ഥത കിട്ടണമെന്നും നിന്റെ വഴികൾ ഹല്ലേലൂയ സ്വസ്ഥതയിലായിരിക്കണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ലോകത്തിലുള്ള കെയോസൊക്കെ ഒന്ന് നോക്കിക്കേ. ഈ ലോകത്തിലുള്ള ഈ അനിശ്ചിതത്വത്തിൻ്റെ കാരണം എന്താ? ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നല്ലോ. എന്താ ഇതിൻ്റെ കാരണം എന്നറിയാമോ? എവരിവൺ സേസ് ദേ ആർ റൈറ്റ്. ഓരോരുത്തരും പറയാം ഞാനാ കറക്റ്റ്, ഞാൻ ശരിയാ, ഞാൻ ചിന്തിക്കുന്നത് ശരിയാ. ഒരു ഭവനത്തിലെ പ്രശ്നം എന്താ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. ഭാര്യ പറയുന്നു അവൾ ശരിയാണെന്ന്, ഭർത്താവ് പറയുന്നു അവൻ ശരിയാണെന്ന്, മക്കൾ പറയുന്നു അവർ ശരിയാണെന്ന്. ഈ ശരികൾ തമ്മിൽ കൂട്ടിയിടിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ ശരി നമ്മളിലേക്ക് വന്നാൽ ഒരൊറ്റ ശരിയെ കാണൂ, ബാക്കിയെല്ലാം തെറ്റാ. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കും. അവിടെ സമാധാനവും സ്വസ്ഥതയും കടന്നു. നമ്മുടെ ശരികൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ we rebel with God and His word. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അറിവ് കൂടുതലുണ്ട്, നമുക്ക് സമർപ്പണമില്ല. We don't need more knowledge, but we need the willingness to submit. നമുക്ക് വേണ്ടത് താഴുവാനുള്ള മനസ്സാണ്. 5 മിനിറ്റ് കൊണ്ട് ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. The final point, God provides warnings through watchmen. 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെയാക്കി കാഹളനാദം ശ്രദ്ധിക്കുവിൻ എന്ന് കൽപ്പിച്ചു, എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞു. I also set watchmen over you, saying, hearken to the sound of the trumpet, but they said, we will not listen, we will not hearken. ദൈവം കാവൽക്കാരെ വെച്ചു, കാഹളനാദം കേൾപ്പിച്ചു. കാഹളനാദം കേൾക്കുന്നത് അപകട സൈറനാണ്. പക്ഷെ കേൾക്കുന്ന ജനം പറഞ്ഞു ഞങ്ങൾക്കിത് കേൾക്കണ്ട. എന്തൊരു കഷ്ടമല്ലേ. ദൈവം തൻ്റെ കാവൽക്കാരെ എഴുന്നേൽപ്പിച്ചിരിക്കുക, വാച്ച്മാൻ. സത്യത്തിൽ നടത്തുവാനുള്ള ദൈവഭക്തരായവരെ നമ്മുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുന്നു ഞാൻ കേൾക്കത്തില്ല, കാരണം എനിക്ക് എൻ്റെ വഴികളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് ദൈവമക്കളെ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം പഴയ സിറ്റീസിലൊക്കെ, ഏൻഷ്യൻറ്റ് സിറ്റീസ് ആൻഡ് ഓൾ, ദർ ആർ ബിഗ് ഫോർട്ട്സ്. വലിയ മതിലുകളുണ്ട്. ആ മതിലിൻ്റെ മണ്ടയ്ക്ക് കാവൽക്കാരെ നിർത്തിയേക്കും, വാച്ച്മാൻ എന്ന് പറയും. അവരിങ്ങനെ ഓരോ ടേൺ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അവരുടെ നോട്ടം ദൂരേക്കായിരിക്കും. ദൂരെ നിന്ന് ശത്രുക്കൾ വരുന്ന കാണുമ്പോൾ അവർ തങ്ങളുടെ കൈകളിലുള്ള കാഹളം ഊതുമ്പോഴത്തേക്ക് അതിൻ്റെ മിലിറ്ററി, അവിടുത്തെ എല്ലാവരും പെട്ടെന്ന് സജ്ജരാകും. എന്തിനെന്നറിയാമോ? ശത്രുക്കളെ നേരിടാൻ തക്കവണ്ണം.
എന്ന് പറഞ്ഞാൽ അപകടം വരുന്നു എന്ന് പറയുക. ഇവിടെ ഈ ജനം പറയുക ഞങ്ങൾക്കത് കേൾക്കണ്ട. ഇന്ന് നോക്കിയ ദൈവവചനം സത്യമായി പ്രസംഗിക്കുമ്പോൾ നിന്റെ വഴിവിട്ട് മാറുക, നീ നിത്യനരകത്തിലേക്കാണ് പോകുന്നത്, നീ തകരുകയാണ്, പിശാച് നിന്റെ പിന്നാലെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് കേൾക്കണ്ട. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് കാതിനിമ്പമുള്ള കടങ്കഥകളാണ് കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാണ് കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഈ കഷ്ടമൊക്കെ എന്ന് മാറുമെന്നാണ് കേൾക്കേണ്ടത്. ഞങ്ങൾക്ക് കേൾക്കേണ്ടത് എന്ന് ഞങ്ങൾക്കൊരു മാറ്റം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് കേൾക്കേണ്ടത്. ദൈവശബ്ദം കേൾപ്പിക്കുന്ന ദൈവഭക്തരെ നമുക്ക് കേൾക്കുവാൻ മനസ്സിൽ നിന്ന്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചുറ്റുപാടുമുള്ളത് നോക്കി നമ്മൾ നടക്കുക മുന്നോട്ട്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഭക്തന്മാരെ, ദൈവം തൻ്റെ വാച്ച്മെൻ അല്ലെങ്കിൽ കാവൽക്കാരെ നമ്മുടെ മേൽ വയ്ക്കുമ്പോൾ ആ കാവൽക്കാരുടെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ഇഗ്നോറിങ് വാർണിംഗ് ഡസ് നോട്ട് റിമൂവ് ദ ഡേഞ്ചർ. നമ്മൾ ആ വാർണിംഗ്സ്, ആ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ അപകടം മാറിപ്പോയി എന്നുള്ളതല്ല, അപകടത്തിൽ നമ്മൾ എത്തി എന്നുള്ളതായിട്ട് അർത്ഥം. Hallelujah. God raised watchmen to speak to his people every centuries. A few people listen to them and the majority take no heed. We see through the Bible there are judges, prophets and kings ordained by God to lead his people in his ways. He spoke through them, led them in supernatural ways, but they had seen God's glory with their own eyes, yet they refused to obey him. കാലഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകന്മാരെ, ന്യായാധിപന്മാരെ, രാജാക്കന്മാരെ ഒക്കെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്തിന്? തൻ്റെ ജനത്തെ വഴികളിലൂടെ നടത്താൻ. പക്ഷെ നമുക്കറിയാം എന്താ അവരുടെ അവസ്ഥയെന്ന്. ചുരുക്കം ചിലർ വഴികളിൽ നടന്നു, എന്നാൽ ദ മെജോറിറ്റി, ഭൂരിപക്ഷവും ദൈവ വഴി വിട്ടുപോയി. ഇന്നും അത് തന്നെയാണ്. ദൈവഭക്തന്മാർ വളരെ ചുരുക്കമാണ്. സത്യവചനം പ്രസംഗിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അവരെ കേൾക്കുവാൻ നമുക്ക് മനസ്സില്ല. ആളുകൾ ഒത്തിരി കൂടുന്നതാണ് ശുശ്രൂഷയുടെ വിജയമെന്ന് ചിന്തിക്കുന്ന മൗഢ്യന്മാർ, മൂഢരായ മനുഷ്യരുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകൾ ഒത്തിരി കൂടുന്നതാണോ ശുശ്രൂഷയുടെ ബലം? അങ്ങനെയാണെങ്കിൽ ഏറ്റവും തോറ്റ ശുശ്രൂഷ കർത്താവിൻ്റെ ശുശ്രൂഷയായിരുന്നു. ഏറ്റവും തോറ്റ ശുശ്രൂഷ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയായിരുന്നു. കാരണം ഒത്തിരി ആൾ കൂടിയില്ലല്ലോ. ആൾ കൂടി എന്തിനവരെ കൊല്ലാൻ വേണ്ടി. ഓൾ ത്രൂ ദ സെഞ്ചുറീസ് നിങ്ങൾ നോക്കിക്കോ, യഥാർത്ഥ ഭക്തന്മാരെ കേൾക്കുവാൻ കുറച്ച് പേര് മാത്രമേ കാണൂ. ആ ഭക്തന്മാർ ഈ ലോകം വിട്ടു പോകുമ്പോൾ അവർ ഭക്തരാണെന്ന് എല്ലാവരും അംഗീകരിക്കും. പക്ഷെ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവരെ കാണുവാനോ, അവരെ കേൾക്കുവാനോ, അവരോട് കൂടെ നടക്കുവാനോ, അവരിൽ നിന്ന് പഠിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. God still provides watchmen today. ഇന്നും കർത്താവ് കാവൽക്കാരെ നമ്മുടെ മേലാക്കി വെച്ചിരിക്കുന്നു. Scripture, faithful preaching, the conviction of the Holy Spirit. ദൈവവചനം ഒരു കാവൽക്കാരനാണ് നമുക്ക്. അതുപോലെ ഫെയ്ത്ത്ഫുൾ പ്രീച്ചിങ്, വിശ്വസ്തരായി പ്രസംഗിക്കുന്നവർ നമ്മുടെ മേലുള്ള കാവൽക്കാരാ. ദൈവമാക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകർ കാവൽക്കാരാ, നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവർ. അതുപോലെ കൺവിക്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ തരുന്ന കൺവിക്ഷൻ നമ്മുടെ കാവൽക്കാരാ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഹല്ലേലൂയ. ദ ലോർഡ് ഹാസ് സെഡ് 2 ways. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു 2 വഴികളുണ്ട്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മാത്യു 7:13 and 14. കർത്താവ് പറഞ്ഞു 2 വഴികളുണ്ട്. ഒന്ന് ഇടുങ്ങിയ വഴി, ഒന്ന് വിശാലമായ വഴി. ഇടുങ്ങിയ വഴി ജീവനിലെത്തിക്കും, വിശാലമായ വഴി നാശത്തിലെത്തിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി കേൾക്കണമേ ദൈവമക്കളെ. ഹല്ലേലൂയ. യുവർ ചോയ്സ് ഡിറ്റർമൈൻസ് വെയർ യു എൻഡ് ഇൻ ദി ഇറ്റേണിറ്റി. നിത്യതയിൽ നീ എവിടെ എത്തും എന്ന് തീരുമാനിക്കുന്നത് നീ ഇപ്പോഴെടുക്കുന്ന തീരുമാനങ്ങളാണ്. ഹല്ലേലൂയ. Your choice determines how you live this earthly life. You can live a life of rest or stress, depending which way you choose at the crossroads. ഈ ക്രോസ് റോഡുകളിൽ, ഈ നാൽക്കവലകളിൽ, ഈ വഴിത്തിരിവിൽ നീ എടുക്കുന്ന തീരുമാനമാണ് ഇനിയുള്ള ജീവിതം നിനക്ക് സ്വസ്ഥതയോടെ ജീവിക്കണമോ, അതോ ഈ പറഞ്ഞതുപോലെ സ്വസ്ഥതയില്ലാതെ ജീവിക്കണമോ എന്നുള്ള തിരഞ്ഞെടുപ്പ്. നിന്റെ നിത്യത എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ ക്രോസ് റോഡ്സിൽ നീയും ഞാനും എടുക്കുന്ന തീരുമാനങ്ങളാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് വി വിൽ നോട്ട്, എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിനേക്കാൾ, കർത്താവേ ഷോ മീ ദ ഗുഡ് വേ ആൻഡ് ഹെൽപ്പ് മീ ടു വാക്ക് ഇൻ ഇറ്റ്. കർത്താവേ ആ പഴയ പാത എനിക്കൊന്ന് കാണിച്ചു തന്ന് അതിലൂടെ നടക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആൻഡ് വെൻ വി ഡു, വി ഡിസ്കവർ ദാറ്റ് ഗോഡ്സ് ഏൻഷ്യന്റ് പാത്ത് വിൽ ലീഡ്സ് അസ് ടു ലൈഫ്, പീസ് ആൻഡ് റെസ്റ്റ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ
കർത്താവ് നമ്മളെ ആ പഴയ പാതയിലേക്ക് കൊണ്ടുപോകും. ആ പഴയ പാതയിലൂടെ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ആത്മാക്കൾക്ക് സ്വസ്ഥത കിട്ടും, നമ്മൾ ജീവനിലെത്തും. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഹൃദയത്തിലെ സമാധാനം, ഹല്ലേലൂയ, ബിയോണ്ട് വി ക്യാൻ എക്സ്പ്ലെയിൻ. നമ്മൾ ചിന്തിക്കുന്നതിലും നമുക്ക് സംസാരിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായ സ്വസ്ഥതയും സമാധാനത്തിലും നമുക്ക് ലക്ഷ്യത്തിലെത്തുവാൻ ഈ വഴികളിലൂടെ നമുക്ക് കഴിയും. കർത്താവ് ഈ വചനത്താൽ നമ്മളെ സഹായിക്കട്ടെ. ഞാൻ പെട്ടെന്ന് അത് ഷോർട്ടായിട്ട് പറഞ്ഞ് നിർത്തുകയാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ